ഹലോ ഫ്രണ്ട്സ്, നമുക്കൊന്ന് തന്നെ ചെറുതാറിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റും പിന്നെ സെയിം പ്രൈസിൻ്റെ തന്നെ പഴയ കാഴ്ചകളൊന്നും കണ്ടാലോ. അപ്പോൾ നമ്മളിവിടെ കാണാൻ പോകുന്നത് നമ്മുടെ എടപ്പള്ളിയിലെ പുതിയ ROB, പിന്നെ പഴയ ROBൻ്റെ കാഴ്ചകളും പിന്നെ പണ്ടത്തെ ഓർമ്മകളുള്ള കുറച്ച് ബിൽഡിങ്സും മരങ്ങളൊക്കെയാണ്. കണ്ട ഈ കാണുന്ന ബസ് സ്റ്റോപ്പൊന്നും ഇപ്പം ഇല്ല. അപ്പം നമുക്ക് വീഡിയോ പാക്കലാം. അപ്പം നമ്മളിപ്പോൾ ഉള്ളവരാണ് എടപ്പള്ളി സ്റ്റേഷൻ കവല ഭാഗത്താണ്. അപ്പോൾ കാണാം. ഹലോ ഫ്രണ്ട്സ്, ടൈം റൈഡർ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിവിടെ കാണാൻ പോകുന്നത് NH66 ലേറ്റസ്റ്റ് അപ്ഡേറ്റും പിന്നെ നമ്മുടെ ആ സെയിം പ്ലേസിന് തന്നെ പഴയ കാഴ്ച കൂടി മിക്സ് ചെയ്തിട്ടുള്ള വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് വീഡിയോ പാக்கலாம். പിന്നെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മളിന്ന് ഷൂട്ട് ചെയ്യാൻ പോകുന്നത് നമ്മുടെ എടപ്പള്ളി ലുലുമോളിൽ മുതൽ നമ്മൾ നേരെ ചേരുന്നൊരു ഭാഗം വരെയുള്ള കാഴ്ചകളാണ്. അപ്പം നമുക്ക് NH66 പറ്റിയുള്ള ഡീറ്റെയിൽസ് കേൾക്കാം. അപ്പോൾ നമ്മുടെ NH66 ടോട്ടൽ ലെങ്ത് വരുന്നത് നമ്മുടെ 1640 കിലോമീറ്റർ ലെങ്ത്താണ് നമ്മുടെ കന്യാകുമാരി മുതൽ നമ്മുടെ മുംബൈ വരെ ഉള്ളത്. അപ്പോൾ നമുക്ക് ഈ റോഡിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കേൾക്കാം. നമ്മുടെ NH66 ഡീറ്റെയിൽസ് കേൾക്കാം. ദേശീയപാത 66 സാധാരണയായി NH66, പഴയ NH17, NH47 ഒരു ഭാഗം എന്നറിയപ്പെടുന്നു. മിക്കവാറും 4 വരി 1640 കിലോമീറ്റർ 1020 മൈൽ നീളമുള്ള തിരക്കേറിയ ദേശീയപാതയാണ്. ഇത് ഏകദേശം വടക്ക് തെക്ക് ഭാഗത്തേക്ക് പോകുന്നു. ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരം പശ്ചിമഘട്ടത്തിന് സമാന്തരമായി മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലൂടെ കടന്നുപോകുന്ന ഇത് മുംബൈയുടെ കിഴക്ക് ഭാഗത്തുള്ള പൻവേലിനെ കേപ്പ് കൊമോറിനുമായി കന്യാകുമാരി ബന്ധിപ്പിക്കുന്നു. കർണാടകയിൽ ഹൈവേ ഒരു വലിയ നവീകരണത്തിന് വിധേയമായി കൊണ്ടിരിക്കുകയാണ്. അവിടെ സംസ്ഥാന സർക്കാർ NHAIയുടെ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള അഭ്യർത്ഥന അംഗീകരിച്ചു. ഗ്രേഡ് സെപ്പറേറ്ററുകളുള്ള 60 മീറ്റർ വീതിയുള്ള ദേശീയപാത 2 ഗോവ അതിർത്തി കാർവാറിനു സമീപം മുതൽ കേരള അതിർത്തി തലപ്പാടിക്ക് സമീപം വരെയുള്ള പൂർണ്ണമായ ഭാഗം 4 വരിയായി വികസിപ്പിക്കുന്നു. ഭാവിയിൽ 6 വരിയായി വികസിപ്പിക്കാൻ സൗകര്യമുണ്ട്. 3 ഇടുങ്ങിയ സ്ഥലത്തിനായി ഭൂമി നഷ്ടപ്പെടുന്ന ജനങ്ങളിൽ നിന്ന് പ്രതിഷേധമുയർന്നിരുന്നു. എന്നാൽ പ്രതിഷേധം കർണാടക സർക്കാർ ഗൗനിച്ചിട്ടില്ല. 6 ലൈൻ ദേശീയപാതയുടെ ഭൂമി ഏറ്റെടുക്കലും ടെൻഡർ നടപടികളും കേരളത്തിൽ പൂർത്തിയായി. പുതിയ ബൈപാസ് പ്രവൃത്തികൾ ഇതിനോടകം തന്നെ ആരംഭിച്ചിട്ടുണ്ട്. ഉയർന്ന ജനസാന്ദ്രതയും ഉയർന്ന ഭൂമിയുടെ വിലയും കണക്കിലെടുത്ത് കേരളത്തിൽ ദേശീയപാത 45 മീറ്റർ വീതിയിലും 6 വരിയിലുമായിരിക്കും. ഗോവയിലും സമാനമായ അലൈൻമെന്റ് ഉണ്ടാകും. കർണാടക, മഹാരാഷ്ട്ര വിഭാഗങ്ങൾക്ക് 60 മീറ്റർ വീതി ഉണ്ടാകും. മഹാരാഷ്ട്ര ഭാഗം 4 വരിപ്പാതകളുള്ള ഒരു ഫ്ലെക്സിബിൾ നടപ്പാത അസ്ഫാൽറ്റ് റോഡാക്കി മാറ്റും. 4, 5, 6 ഇന്ത്യൻ നാഷണൽ എക്സ്പ്രസ്വേ ശൃംഖലയുടെ ഭാഗമായി മംഗലാപുരം, കാർവാർ, പനാജി തുറമുഖ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു ഗ്രീൻഫീൽഡ്, അതായത് പുതിയതും സമാന്തരവുമായ ആക്സസ് നിയന്ത്രിത എക്സ്പ്രസ് വേ ഇടനാഴി ഇന്ത്യൻ ഗവൺമെന്റ് റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം നിർദ്ദേശിച്ചു. 7 ഈ എക്സ്പ്രസ് വേ NH66 സമാന്തരമായിരിക്കും. പ്രധാനമായും തീരദേശ കർണാടകയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. ഇത് 6/8 ലൈൻ ആക്സസ് നിയന്ത്രിത 3D റൈറ്റ് ഓഫ് വേ രൂപകൽപ്പന ചെയ്ത എക്സ്പ്രസ് വേ ആയിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ NH66 ഡീറ്റെയിൽസ് കേട്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് എടപ്പള്ളിയിലെ ROBയിലാണ്. ആക്ച്വലി നമുക്ക് നിൽക്കുന്നത് പഴയ ROBയാണ്. നമ്മുടെ ഓപ്പോസിറ്റ് ആണെന്നത് പുതിയ ROBയാണ്. അപ്പോൾ നമ്മളിൽ നിൽക്കുന്ന ROB എന്ന് പറഞ്ഞ റെയിൽവേ ഓവർബ്രിഡ്ജ് കംപ്ലീറ്റ് ആകാനായിട്ട് ഏകദേശം ഒരു 15-20 കൊല്ലത്തിന്മേൽ എടുത്തായിരുന്നു. പക്ഷേ നമ്മൾ ഓപ്പോസിറ്റ് കാണുന്ന റെയിൽവേ പുതിയ ROB മാക്സിമം 1 ഇയറിനുള്ളിൽ തന്നെ കംപ്ലീറ്റ് ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കാരണം ഓൾമോസ്റ്റ് നല്ല റാപ്പിഡ് വേഗത്തിലാണ് വർക്ക് നടക്കുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഹിസ്റ്ററി അങ്ങോട്ട് തുടരാം. എന്തായാലും നല്ല പൊളിയാണ് കേട്ടോ. നല്ല സ്പീഡിൽ തന്നെയാണ് ആ പുതിയ ROB വർക്ക് നടക്കുന്നത്. അപ്പം നമുക്ക് ആ കാഴ്ചയും കാണാം. പിന്നെ നമ്മുടെ NH66 ഹിസ്റ്ററി തുടരാം. ഇത് ദേശീയപാത 48 പഴയ NH4 ജംഗ്ഷനിൽ പൻവേലിൽ നിന്ന് ആരംഭിച്ച് കന്യാകുമാരിയിൽ അവസാനിക്കുന്നു. NH66 പ്രധാനമായും ഇന്ത്യയുടെ പടിഞ്ഞാറൻ തീരത്തിലൂടെ കടന്നുപോകുന്നു. ചിലപ്പോൾ അറബിക്കടലിന്റെ തീരത്ത് സ്പർശിക്കുന്നു. കർണാടകയിലെ മറവന്തെ, കേരളത്തിലെ തലശ്ശേരി, ആലപ്പുഴ എന്നിവിടങ്ങളിലാണ് NH66 അറബിക്കടലിൽ തൊടുന്നത്. മഹാരാഷ്ട്ര, ഗോവ, കർണാടക, കേരളം, തമിഴ്നാട് എന്നീ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെ ഇത് കടന്നുപോകുന്നു. നാഷണൽ ഹൈവേ 66 മുമ്പ് NH17 എന്ന നമ്പറിൽ വിവിധ സംസ്ഥാനങ്ങളിലെ നഗരങ്ങളെയും പട്ടണങ്ങളെയും പ്രധാന ഗ്രാമങ്ങളെയും ഇനിപ്പറയുന്ന രീതിയിൽ ബന്ധിപ്പിക്കുന്നു. മഹാരാഷ്ട്ര പൻവേൽ, പെൻ, മങ്കാവ്, മഹദ്, പോലത്പൂർ, കേഡ്, ചിപ്രൂൺ, സംഗമേശ്വർ, രത്നഗിരി, ലഞ്ച, രാജപൂർ, കങ്കാവലി, കുടൽ, സാവന്ത്വാടി. ഗോവ പനാജി, മർഗോവോ, കർണാടക കാർവാർ, അങ്കോള, കുംദ, ഹൊന്നാവർ, മങ്കി, മുരുടേശ്വർ, ബഡ്കൽ, ഷിരൂർ, വൈന്ദൂർ, ഉപ്പുണ്ട, നവുന്ദ, മറവന്തെ, ഹെമ്മാടി, കല്ലൂർ,
കുന്ദാപുര, കോട്ടേശ്വരം, കോട്ട, സാലിഗ്രാമ, ബ്രഹ്മവാർ, ഉടുപ്പി, കാപ്പു, പതുബിദ്രി, മുൽക്കി, സൂറക്കൽ, മംഗളൂരു, തൊക്കോട്ട്, ഉള്ളാള്, കോട്ടേക്കർ, തലപ്പാടി, കേരളം, ഉപ്പള, കാസർകോട്, കാഞ്ഞങ്ങാട്, പയ്യന്നൂർ, പരിയാരം, തളിപ്പറമ്പ്, ധർമ്മശാല, കണ്ണൂർ, ധർമ്മടം, തലശ്ശേരി, മാഹി, വടകര, പയ്യോളി, കൊയിലാണ്ടി, കോഴിക്കോട്, രാമനാട്ടുകര, തേഞ്ഞിപ്പാലം, കോട്ടക്കൽ, പുത്തനത്താണി, വളാഞ്ചേരി, കുറ്റിപ്പുറം, ചാവക്കാട്, തവനൂർ, തവനൂർ, മൂത്തകുന്നം, നോർത്ത് പറവൂർ, കൂനമ്മാവ്, വരാപ്പുഴ, ചേരാനെല്ലൂർ, ഇടപ്പള്ളി, കൊച്ചി, ചേർത്തല, ആലപ്പുഴ, അമ്പലപ്പുഴ, ഹരിപ്പാട്, കായംകുളം, കരുനാഗപ്പള്ളി, ചവറ, നീണ്ടകര, കൊല്ലം, മേവറം, കൊട്ടിയം, ചാത്തന്നൂർ, കല്ലമ്പലം, കാളമ്പലം, ആറ്റിങ്ങൂർ, നെയ്യാറ്റിൻകര, പാറശാല, തമിഴ്നാട്, മാർത്താണ്ഡം, നാഗർകോവിൽ, കന്യാകുമാരി. അപ്പോൾ നമ്മൾ ഈ കേട്ട പ്ലേസിലൂടെയാണ് നമ്മുടെ NH-66 കടന്നു പോകുന്നത്. ആക്ച്വലി വല്ലതും മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ദയവായി കമൻറ്റ് ചെയ്യാൻ വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് എടപ്പള്ളി ആറോബിൻ്റെ മുകളിലുള്ള കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇവിടെ നല്ല റാപ്പിഡ് വേഗത്തിൽ തന്നെ വർക്ക് ആവുന്നുണ്ട്. എന്തായാലും അടിപൊളിയല്ലേ നമ്മുടെ NH-66 വർക്ക്. എന്തായാലും നമ്മുടെ മോദിജിക്കും എല്ലാവർക്കും വേണ്ടി ക്യാൻസർക്കാരനും എല്ലാവർക്കും വേണ്ടി ഒരു ബിഗ് സല്യൂട്ട്. നമ്മുടെ പിണറായി സഖാവിനും എല്ലാവർക്കും വേണ്ടി ഒരു ബിഗ് സല്യൂട്ട്. കാരണം ഇത്രയും പെട്ടെന്ന് തന്നെ ഈ റോഡ് കംപ്ലീറ്റ് ആവുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ നല്ല കിടുക്കാച്ചി വികസനം ഉണ്ടാവും. അപ്പം നമുക്ക് ഈ റോഡിനെ പറ്റി ഡീറ്റെയിൽസ് വീണ്ടും തുടരാം. ഹൈവേയുടെ തുടക്കം മുതൽ അവസാനം വരെ 60 മീറ്റർ 200 അടി ഗ്രേഡ് വേർതിരിക്കുന്ന 4 വരി പാതയായി നവീകരിക്കുന്നതിനുള്ള അനുമതി NHAക്ക് ലഭിച്ചു. ഹൈവേ കടന്നുപോകുന്ന 4 സംസ്ഥാനങ്ങളിൽ കർണാടകയും മഹാരാഷ്ട്രയും 60 മീറ്റർ 200 അടി വീതിയുള്ള ഹൈവേക്ക് കേന്ദ്രത്തിൽ നിന്ന് അനുമതി നേടിയിട്ടുണ്ട്. കേരളവും ഗോവയും 45 മീറ്റർ 148 അടി വീതി കുറഞ്ഞ വീതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ സംസ്ഥാനങ്ങളിൽ ഹൈവേ വീതി കൂട്ടുന്നതിനെതിരെ പ്രതിഷേധമുണ്ട്. 8-9 NH-66 മുംബൈ കന്യാകുമാരി യുടെ 4 വരിപ്പാത കർണാടക കേരള അതിർത്തിയിലെ തലപ്പാടി വരെ പൂർത്തിയായി. കേരളത്തിൽ അതിന്റെ വിസ്തൃതി മാത്രമേ അവശേഷിക്കുന്നുള്ളൂ. 10-2017 തുടക്കത്തിൽ കേരള സർക്കാർ സംസ്ഥാനത്തെ NH-66 6 വരിയാക്കൽ ഒരു പ്രധാന അജണ്ടയായി പ്രഖ്യാപിക്കുകയും 3 വർഷത്തിനുള്ളിൽ പൂർത്തിയാക്കുമെന്ന് പറയുകയും ചെയ്തു. എന്നാൽ ഭൂമിയുടെ ഉയർന്ന മൂല്യം നഷ്ടപരിഹാരത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കും. ഗെയിൽ പൈപ്പ് ലൈൻ പോലുള്ള സമാന ഏറ്റെടുക്കലുകളുമായി ബന്ധപ്പെട്ട് ഭരണകക്ഷിയുടെ സ്വാധീനം വിവാദമാണ്. 11-12 വിവിധ ഹൈവേ ആക്ഷൻ ഫോറം ഗ്രൂപ്പുകളുടെ പ്രതിഷേധങ്ങൾക്കിടയിലും ഇപ്പോൾ ഈ പ്രക്രിയ അതിവേഗം നടക്കുന്നു. 13 പ്രത്യേകിച്ചും കേരളത്തിന്റെ തലസ്ഥാനമായ തിരുവനന്തപുരത്തെ കൊച്ചിയുമായി ബന്ധിപ്പിക്കുന്നതും വിനോദസഞ്ചാര പ്രാധാന്യമുള്ളതുമായതിനാൽ 14 മറ്റ് സംസ്ഥാനങ്ങളിലെ ഹൈവേ വിഭാഗങ്ങളെ അപേക്ഷിച്ച് സംസ്ഥാനത്ത് ഏറ്റവും ഉയർന്ന വാഹന സാന്ദ്രതയുള്ള ഒന്നാണ് NH-66. അതിനാൽ സംസ്ഥാനത്തിന്റെ മൊത്തത്തിലുള്ള വികസനത്തിന് ഇതിന്റെ വികസനം അത്യന്താപേക്ഷിതമാണ്. വീതി കൂട്ടുന്നതിൽ പിന്തുടരേണ്ട HAM മാതൃകയും ശേഖരണത്തിന് സഹായകമാകും. വികസനത്തിനുള്ള ഫണ്ട് NHAI അവരുടെ ഭാരിച്ചതും നീണ്ടതുമായ ടോൾ പിരിവിന് സംസ്ഥാനത്ത് കുപ്രസിദ്ധമാണ്. 15 ഇതുവരെ 1608 കിലോമീറ്റർ 999 മൈൽ നീളമുള്ള ദേശീയപാത 66 NH-66 ൽ 961 കിലോമീറ്റർ 597 മൈൽ നീളം 4 വരി ഹൈവേ ആക്കിയിട്ടുണ്ട്. കർണാടകയും മഹാരാഷ്ട്രയും 6 വരിയായി വികസിപ്പിക്കുകയും 1608 കിലോമീറ്റർ 999 മൈൽ നീളമുള്ള ദേശീയപാത 66 NH-66 ൽ 529 കിലോമീറ്റർ 329 മൈൽ 6 വരി പാതയാക്കുകയും ചെയ്തു. വനത്തിലൂടെയോ ഘാട്ട് ഭാഗത്തിലൂടെയോ റോഡ് പോകുന്ന ഭാഗങ്ങളിൽ തുരങ്കങ്ങൾ നിർമ്മിക്കും. റോഡ് വീതി കൂട്ടുന്നതിനായി വനം വകുപ്പ് സ്ഥലം ഏറ്റെടുക്കാൻ അനുവദിക്കാത്തതിനാൽ NH-66 റോഡിന്റെ അത്തരം നീളത്തിൽ 4 വരി എക്സ്പ്രസ് വേകൾ ഉൾക്കൊള്ളാൻ കഴിയുന്ന തുരങ്കങ്ങൾ നിർദ്ദേശിക്കപ്പെട്ടിരിക്കുന്നു. 16 കർണാല പക്ഷിസങ്കേതത്തിൽ 1.4 കിലോമീറ്റർ തുരങ്കം എന്ന മഹാരാഷ്ട്ര സർക്കാരിന്റെ നിർദ്ദേശം അത്തരത്തിലൊന്നാണ്. നിലവിൽ റോഡിന് താരതമ്യേന വീതി കുറവാണ്. ഭൂരിഭാഗവും ഡിവൈഡറുകളില്ല. ഡിവൈഡറുകൾ ഇല്ലാത്തത് വാഹനങ്ങൾ തമ്മിൽ കൂട്ടിയിടിച്ച് അപകടങ്ങൾ വർദ്ധിക്കാൻ ഇടയാക്കിയിട്ടുണ്ട്. ചില സ്ഥലങ്ങളിൽ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുന്ന സൈൻ ബോർഡുകൾ, സ്പീഡ് ബ്രേക്കറുകൾ മുതലായവ കേടാകുകയോ കാണാതിരിക്കുകയോ ചെയ്യുന്നു. വീതി കുറഞ്ഞ സ്ഥലത്തിനു പുറമെ ഹൈവേയുടെ വശങ്ങളിൽ ഗാർഡ് റെയിലിംഗുകളൊന്നുമില്ല. റോഡിന്റെ വശങ്ങൾ ചിലപ്പോൾ റോഡിനേക്കാൾ താഴ്ന്ന നിലയിലാണ്. 17 ഹൈവേക്ക് ചുറ്റുമുള്ള കനത്ത ജനവാസവും ഇടുങ്ങിയ വ്യാപ്തിയും കാരണം ഈ ഹൈവേയിലെ ശരാശരി വേഗത NH-3, NH-4 അല്ലെങ്കിൽ NH-8 പോലെയുള്ള താരതമ്യേന മെച്ചപ്പെട്ട ഹൈവേകളിൽ നേടാവുന്നതിനേക്കാൾ വളരെ കുറവാണ്. റോഡിൽ മൃഗങ്ങളുടെ ശവശരീരങ്ങൾ കണ്ടെത്താം. ഇത് ശ്രദ്ധയില്ലാത്ത മൃഗങ്ങൾ റോഡിലേക്ക് വരാനുള്ള സാധ്യതയെ സൂചിപ്പിക്കുന്നു. ഇരുചക്ര വാഹനങ്ങൾ ഇക്കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. മഴക്കാലങ്ങളിൽ മാത്രമല്ല,
മറ്റു സമയങ്ങളിൽ പോലും ചില ഭാഗങ്ങളിൽ റോഡിന്റെ ഉപരിതലം അസമമാണ്. കർണാടകയിലെ ചില സ്ഥലങ്ങളിൽ ഉപരിതലത്തിന് സാരമായ കേടുപാടുകൾ സംഭവിച്ചിട്ടുണ്ട്. അതിനടിയിലുള്ള ഇരുമ്പ് ദണ്ഡുകൾ വെളിപ്പെടുന്നു. നിലവിൽ ഈ ഹൈവേയുടെ വീതി കൂട്ടുന്ന ജോലികൾ ചില ഭാഗങ്ങളിൽ ഏറ്റെടുത്തിട്ടുണ്ട്. വീതി കുറഞ്ഞതും ഡിവൈഡറുകളുടെ അഭാവവും കാരണം എതിരെ വരുന്ന ഗതാഗതത്തിനും ഡ്രൈവിംഗിനും കടന്നുപോകുന്നതിനും ഓവർടേക്കിംഗ് പ്രത്യേക പാതകളില്ല. തൽഫലമായി ഓവർടേക്കിംഗ് വളരെ വ്യാപകമാണ്. ചില സമയങ്ങളിൽ എതിരെ വരുന്ന വാഹനങ്ങൾ കാണാൻ കഴിയാത്ത വളവുകളിൽ പോലും വാഹനം ഓടിക്കാൻ ശ്രമിക്കുന്നു. മറ്റു വാഹനയാത്രക്കാർ ഇത്തരം എതിരെ വരുന്ന വാഹനങ്ങൾ ശ്രദ്ധിക്കണമെന്ന് നിർദ്ദേശിക്കുന്നു. 2013 മാർച്ച് 19 രത്നഗിരി ജില്ലയിലെ കേട് പ്രദേശത്ത് 50-ലധികം ആളുകളുമായി ഒരു ബസ് നദിക്ക് സമീപമുള്ള പാലത്തിൽ നിന്ന് വീണു. സംഭവത്തിൽ 37 പേർ കൊല്ലപ്പെട്ടു. കർണാടക സംസ്ഥാനത്തെ ഹൈവേ 60 മീറ്റർ വീതിയുള്ള ഗ്രേഡ് വേർതിരിക്കപ്പെട്ട് ഹൈവേയായി നവീകരിക്കുന്നു. അതിൽ വാഹനങ്ങൾക്ക് മണിക്കൂറിൽ 100 കിലോമീറ്റർ വേഗതയിൽ സഞ്ചരിക്കാനാകും. ഗതാഗതത്തിന്റെ സുഗമമായ ചലനത്തിനായി ചില പാലങ്ങൾ 6-വരിപ്പാലങ്ങളായി നിർമ്മിക്കുന്ന ഒരു പ്രധാന നവീകരണമാണിത്. ഗോവ അതിർത്തി മുതൽ കേരള അതിർത്തി വരെയുള്ള ഭാഗത്താണ് വീതി കൂട്ടൽ പ്രവൃത്തി നടക്കുന്നത്. സൂറക്കൽ NITK മുതൽ കങ്കനാടി ക്രോസ്, മഹാവീർ സർക്കിൾ വരെയുള്ള ഭാഗം ഇതിനകം 4-വരിപ്പാതയാക്കി മാറ്റിയിട്ടുണ്ട്. 18 സൂറക്കല്ലിനും കൂണ്ടാപ്പൂരിനുമിടയിൽ 4-വരിപ്പാതയുടെ നിർമ്മാണം പുരോഗമിക്കുകയാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് നടന്നാണ് നമ്മൾ അടപ്പള്ളിയിലെ കുന്നുംപുറം ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ആക്ച്വലി ഇവിടെ നല്ല രീതിയിലുള്ള മാറ്റം വന്നു. പണ്ടത്തെ ചെറിയ റോഡാണ് നമ്മൾ താഴെ കാണുന്നത്. അത് കംപ്ലീറ്റ്ലി കളഞ്ഞു, കംപ്ലീറ്റ്ലി ഡിസ്ട്രോയിഡായി. പുതിയ റോഡിനുള്ള അപ്രോച്ച് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. കാണുന്നത് സർവീസ് റോഡിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും നമ്മൾ ഷൂട്ട് ചെയ്യുന്നത് ലേറ്റസ്റ്റ് എപ്പിസോഡാണ്. എന്തായാലും ഈ സെയിം സ്പോട്ടിൻ്റെ തന്നെ നമ്മളെ പഴയ സീരീസ് പഴയ ഭാഗങ്ങൾ കാണാം കേട്ടോ. എന്തായാലും നമ്മൾ ഈ ചാനൽ ഈ വീഡിയോ തന്നെ നമ്മൾ കംപ്ലീറ്റ്ലി പോസ്റ്റ് ചെയ്യുന്നുണ്ട്. എന്തായാലും വർക്ക് നല്ല റാപ്പിഡ് വേഗത്തിലാണ്. കണ്ടാൽ നോക്കി നല്ല രീതിയിലുള്ള മാറ്റം വന്നു. ആക്ച്വലി നല്ല എനിക്കൊന്നും ഈ ഭാഗത്ത് അണ്ടർപാസ് വരുന്നുണ്ടെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും ആ സർവീസ് റോഡ് അത്രയും ലെങ്ത് ആകുന്നത്. പിന്നെ നമ്മുടെ കുന്നുംപുറം ജംഗ്ഷനിൽ ഒരു ഫ്ലൈ ഓവറിൻ്റെ പൈലിംഗ് വർക്ക് നടക്കുന്നത് കാണാൻ പറ്റിയായിരുന്നു. അപ്പം നമുക്കിതിൻ്റെ ഹിസ്റ്ററി അങ്ങോട്ട് തുടരാം. ആക്ച്വലി നമ്മൾ NH66 ഹിസ്റ്ററി അങ്ങോട്ട് തുടരുവാണേ. 1960-കളിലും 1970-കളിലും ദേശീയപാത 17 NH17 എന്നറിയപ്പെട്ടിരുന്ന നാഷണൽ ഹൈവേ 66 NH66 യുടെ നിർമ്മാണത്തിനു മുമ്പ് പടിഞ്ഞാറ് ഭാഗത്തേക്കുള്ള ഏക ഗതാഗത മാർഗം മുംബൈക്കും മംഗലാപുരത്തിനുമിടയിൽ ഓടിക്കൊണ്ടിരുന്ന കപ്പലുകളും സ്റ്റീമറുകളും മാത്രമായിരുന്നു. അറബിക്കടലിനോട് ചേർന്നുള്ള ഇന്ത്യയുടെ തീരം ഈ കപ്പൽ സർവീസുകൾ പിന്നീട് ഉപേക്ഷിച്ചു. NH66 തീരപ്രദേശങ്ങളുടെ ഉൾഭാഗങ്ങളെ രാജ്യത്തിന്റെ മറ്റ് ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്നു. NH66 പശ്ചിമ ഇന്ത്യയിലെ പ്രധാന കടൽ തുറമുഖങ്ങളെ ബന്ധിപ്പിക്കുന്നു. മുംബൈ നവശെവയിലെ JNPT, തിരുവനന്തപുരത്തെ വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖം, മോർമുഗോവ് MPT, ന്യൂ മംഗളൂരു NMPT, അന്താരാഷ്ട്ര കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് ടെർമിനൽ കൊച്ചി, കൊല്ലം തുറമുഖം, രത്നഗിരി തുറമുഖം, ബേപ്പൂർ തുറമുഖം, കൊല്ലം തുറമുഖം തുടങ്ങിയ പ്രധാന തുറമുഖങ്ങൾ. അതിനാൽ ഈ ദേശീയപാത 66 ഉൾപ്രദേശങ്ങളിൽ നിന്ന് ഇന്ത്യയിലെ പ്രധാന കടൽ തുറമുഖങ്ങളിലേക്ക് ട്രക്കുകളിൽ ലോറികൾ ചരക്ക് നീക്കാൻ അനുവദിക്കുന്നു. ഈ ഹൈവേയുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന മേഖലയിൽ കാർഷിക ഉൽപ്പന്നങ്ങളുടെയും സമുദ്രോൽപ്പന്നങ്ങളുടെയും വിപണി വിപുലീകരിച്ചതിനാൽ ഈ മേഖലയിലെ വ്യാപാരവും വാണിജ്യവും വർദ്ധിച്ചു. NH66 രൂപീകരണം ഈ ഹൈവേയുമായി ബന്ധിപ്പിച്ചിരിക്കുന്ന പ്രദേശത്ത് ടൂറിസത്തിന്റെ വികസനത്തിന് കാരണമായി. ഈ വികസനത്തിന്റെ ഉത്തമ ഉദാഹരണമാണ് ഗോവ സംസ്ഥാനം. അറബിക്കടലിലെ തുറമുഖങ്ങളുടെ കണക്ടിവിറ്റിയും സാമീപ്യവും പ്രയോജനപ്പെടുത്തി നിരവധി വ്യവസായങ്ങൾ ദേശീയപാത 66 സ്ഥാപിച്ചിട്ടുണ്ട്. 1998 മുംബൈക്കും മംഗലാപുരത്തിനുമിടയിൽ കൊങ്കൺ റെയിൽവേ തുറക്കുന്നതുവരെ തീരദേശ ജില്ലകളിലെ പ്രദേശങ്ങൾ തമ്മിലുള്ള ഏക ബന്ധത്തിന്റെ ഉറവിടം ഈ ഹൈവേയായിരുന്നു. 2017 പോലും NH66 ഹൈവേയിലെ കടകളുടെയും മറ്റ് സ്ഥാപനങ്ങളുടെയും ബോർഡുകളിൽ NH17 എന്ന പഴയ നമ്പർ എഴുതിയിട്ടുണ്ട്. NH66 കുന്നുകൾ, വനങ്ങൾ, നദികൾ, അരുവികൾ എന്നിവയിലൂടെ കടന്നുപോകുന്നു. സാധാരണയായി പടിഞ്ഞാറോട്ട് അറബിക്കടലിലേക്ക് ഒഴുകുന്നു. നെൽവയലുകളും അക്കത്തോട്ടങ്ങളും സഹിതം നിറഞ്ഞു നിൽക്കുന്ന തെങ്ങുകൾ പോലെയുള്ള സാധാരണ ദൃശ്യങ്ങൾ ഈ പ്രദേശത്തിന്റെ മിക്ക ഭാഗങ്ങളിലുമുണ്ട്. റോഡ് അസമമാണ്. കുണ്ടും വളവുകളും കുത്തനെയുള്ള കയറ്റങ്ങളും കുന്നുകൾക്കിടയിലുള്ള ഇടുങ്ങിയ പാതകളും ഈ ഹൈവേയിൽ ഉടനീളം കാണപ്പെടുന്നു. ഈ പ്രദേശത്ത് കനത്ത മഴ ലഭിക്കുന്നതിനാൽ കുഴികൾ ധാരാളമാണ്. ഹൈവേയിൽ സംസാരിക്കുന്ന ഭാഷകൾ വ്യത്യസ്തമാണെങ്കിലും NH66 ജനങ്ങളുടെ ഭക്ഷണത്തിൽ തേങ്ങ, മുളക്, കുരുമുളക്, വെളിച്ചെണ്ണ, മീൻ തുടങ്ങിയ ചില പൊതുചേരുവകളുണ്ട്. ഇന്ത്യയിലെ മറ്റു പ്രദേശങ്ങളെ അപേക്ഷിച്ച് ഈ പ്രദേശത്തിന് ഉയർന്ന സാക്ഷരതാ നിരക്ക് ഉണ്ട്. 21 ദേശീയപാത 66 നിർമ്മാണം ഹൈവേയിലെ പട്ടണങ്ങളുടെയും നഗരങ്ങളുടെയും ദ്രുതഗതിയിലുള്ള വികസനത്തിന് കാരണമായി.
മംഗളൂരു, കാർവാർ, പനാജി തുറമുഖ നഗരങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു ഗ്രീൻഫീൽഡ്, അതായത് പുതിയതും സമാന്തരവുമായ ആക്സസ് നിയന്ത്രിത എക്സ്പ്രസ് വേ ഇടനാഴി കേന്ദ്ര സർക്കാരിന്റെ റോഡ് ട്രാൻസ്പോർട്ട് ആൻഡ് ഹൈവേ മന്ത്രാലയം നിർദ്ദേശിച്ചതിനാൽ തീരദേശ കർണാടകയിൽ ഈ ഹൈവേക്ക് പ്രാധാന്യം നഷ്ടപ്പെടുമെന്ന് പ്രതീക്ഷിക്കുന്നു. 7/22 ഈ ഹൈവേ എക്സ്പ്രസ് വേ കോമ്പിനേഷനെ മുംബൈ-പൂനെ ഹൈവേ എക്സ്പ്രസ് വേ കോമ്പിനേഷനുമായി താരതമ്യം ചെയ്യാം. 2 വീലർ, 3 വീലർ, ലോക്കൽ ട്രാഫിക് എന്നിവ 4-വരി ഹൈവേ ഉപയോഗിക്കും. ആക്സസ് നിയന്ത്രണമില്ലാതെ വേഗത കുറഞ്ഞ ട്രാഫിക്കിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. അതേസമയം ട്രക്കുകൾ, ബസുകൾ, 4 വീലറുകൾ എന്നിവ ആക്സസ് നിയന്ത്രിത 3D വലതുവശത്ത് പരമാവധി വേഗതയിൽ സഞ്ചരിക്കും. 6/8 ലെയിൻ എക്സ്പ്രസ് വേ രൂപകൽപ്പന ചെയ്തിരിക്കുന്നു. 3D റൈറ്റ് ഓഫ് വേ ആശയം അർത്ഥമാക്കുന്നത് റോഡ് നിർമ്മാണത്തിൽ ഉൾപ്പെട്ടിരിക്കുന്ന സാധാരണ നീളത്തിലും വീതിയിലുമുള്ള സ്പേസ്, ഉയരം ഘടകം ചേർക്കുക എന്നതാണ്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ NH-66 പറ്റി ഒരു ഡീൽസ് കിട്ടായിരുന്നല്ലോ. അപ്പോൾ നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ ചേരുന്ന ഭാഗത്താണ്. ആക്ച്വലി ഇവിടെ നല്ല റാപ്പിഡ് ഭാഗത്തിലാണ് വർക്ക് നടക്കുന്നത്. എന്തായാലും സർവീസുകളുടെ വർക്ക് ഓൾമോസ്റ്റ്ലി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പക്ഷേ ഫുള്ളി അല്ല, ഒരു 40 to 60% കംപ്ലീറ്റ് ആയിട്ടുണ്ട്. എന്തായാലും അടിപൊളിയാണ് കേട്ടോ. പിന്നെ ഇത് കംപ്ലീറ്റ് ആകുമ്പോൾ എനിക്ക് തോന്നുന്നു മിക്കവാറും നമ്മുടെ സർവീസ് റോഡ് വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ മിക്കവാറും നടക്കാത്ത റോഡ് കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്തിട്ടായിരിക്കും ചിലപ്പോൾ ഈ വർക്ക് ആരംഭിക്കുന്നത്. എന്തായാലും ഒരു രക്ഷയില്ല, അടിപൊളി എന്നാണ്, അടിപൊളി തന്നെ. അപ്പോൾ നമുക്ക് ഇതിലൂടെ നമുക്ക് വരാപ്പുഴ, അതുപോലെ തന്നെ നമ്മുടെ പറവൂർ, അതുപോലെ നമ്മുടെ കൊടുങ്ങല്ലൂർ പോകുന്നൊരു കിടക്കാച്ചി റൂട്ടാണ്. എന്തായാലും ഭാവിയിൽ നമ്മുടെ കന്യാകുമാരി ടു മുംബൈ പോകുന്ന ഒരു 6-വരി പാതയാണ് ഈ കാണുന്നത്. എന്തായാലും ഇതിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡും പിന്നെ ഇതിൻ്റെ NH-66 വർക്ക് ആരംഭിക്കുന്നതിന് മുമ്പുള്ള കാഴ്ചകൾ നമുക്ക് ഈ വീഡിയോയിലൂടെ പാക്കണം. അപ്പോൾ നമുക്ക് ഇവിടത്തെ കുറിച്ച് കിടക്കാച്ചി കാഴ്ച കാണാം. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കണ്ട, എല്ലായിടത്തും നല്ല രീതിയിലുള്ള റോഡിൻ്റെ സൈഡിൽ കൂടി മാക്സിമം ഇതിൽ ട്രാവൽ ചെയ്യരുത്. കാരണം വേറെ ഒന്നുമല്ല, തെന്നി വീഴാൻ ചാൻസ് നന്നായിട്ട് കൂടുതലാണ്. ഈ പൊടികൾ റോട്ടിൽ കിടക്കുന്നതുകൊണ്ട് ബ്രേക്ക് ചെയ്യുമ്പോഴത്തേക്കും തെന്നിപ്പോകാനും സ്കിഡാകാനും ചാൻസ് കൂടുതലാണ്. എന്തായാലും ഞാനൊന്ന് വീഴാൻ പോയി, ഭാഗ്യത്തിന് വീണില്ല. നമ്മൾ മാക്സിമം ഞാൻ പോകുന്നത് 30-40 കിലോമീറ്റർ വേഗതയിലാണ് കണ്ടുപിടിക്കാറുള്ളത്. അതിൻ്റെ മേലെ നമ്മൾ ഡ്രൈവ് ചെയ്യാത്തതുകൊണ്ടാണ്. കാരണം എയ്തറിനാണ് കൂടുതലും ആ സ്കിഡിങ് പ്രശ്നം എനിക്ക് തോന്നിയിരുന്നത്. കണ്ട സർവീസ് റോഡിൻ്റെ വർക്ക് സൈഡിൽ തന്നെ കാണാൻ പറ്റും. ആക്ച്വലി നന്നായിട്ട് റോഡ് ഇപ്പോൾ പൊക്കയാറുണ്ട് പണ്ടത്തേനെക്കാട്ടും. നമ്മുടെ പണ്ടത്തെ NH-17 കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആണ്. ആ റോഡ് കംപ്ലീറ്റ്ലി ഇപ്പോൾ പൊളിച്ചിളങ്ങി. ഇപ്പോൾ അത് സർവീസ് റോഡായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചേരാനല്ലൂർ സിഗ്നലിൻ്റെ ഭാഗത്തൊരു പള്ളി കണ്ട ലെഫ്റ്റ് സൈഡിൽ തന്നെ പണിയുന്നത്. നേരത്തെ ആ പള്ളി കുറച്ച് ഇങ്ങാടായിരുന്നു, കംപ്ലീറ്റ്ലി പൊളിച്ചിട്ടാണ് ഇപ്പോൾ ഇറക്കി പണിയുന്നത്. അപ്പോൾ നമ്മളിത് ചേരാനല്ലൂർ സിഗ്നലിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഒരു ഫ്ലൈ ഓവറിൻ്റെ ഒരു ചാൻസ് കാണുന്നുണ്ട്. അവിടുത്തെ പില്ലവർക്ക് ആരംഭിച്ചിട്ടുണ്ട്. ഈ ലെഫ്റ്റ് സൈഡിലെ സർവീസ് റോഡിൻ്റെ വർക്ക് 90% കംപ്ലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ. പക്ഷേ ഇത് എങ്ങനെയാണെന്നുള്ളൊരു ഐഡിയ നമുക്ക് കിട്ടുന്നില്ല അപ്പുറത്തേക്ക് ക്രോസ് ചെയ്യുന്നത്. പിന്നെ ശരിക്കും ഇവിടെ വേണ്ടിയിരുന്ന ഒരു ബട്ടർഫ്ലൈ മോഡൽ ഫ്ലൈ ഓവറാണ്. പക്ഷേ ബട്ടർഫ്ലൈ അല്ല, കണ്ടിട്ട് നോർമൽ ഫ്ലൈ ഓവർ പോലെ തോന്നിയിരുന്നത്. അപ്പോൾ ഇവിടെ പില്ലറായിട്ടുണ്ട് കേട്ടോ ഈ ഭാഗത്ത്. ഇത് നല്ല പെട്ടെന്നാണ് ഈ പില്ലറായത്. പക്ഷേ വേറെ വർക്കൊന്നും നമുക്കൊന്നും ഇപ്പോൾ ഇവിടെ കാണുന്നില്ല. എനിക്ക് തോന്നുന്നു ഇനി കുന്നുംപുറത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ എൻ്റെ ആണെങ്കിൽ വളരെ നല്ല കാര്യമായിരിക്കും. പക്ഷേ അങ്ങനെ ആകാനും ചാൻസ് കുറവാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. കണ്ട വളരെ അപ്പോൾ പില്ലറായിട്ടുണ്ട്. പക്ഷെ നമ്മുടെ മറ്റേ തുറവൂർ ഭാഗത്തുള്ളത് ഒറ്റ തൂണിലാണ് മറ്റേ ആരൂരി പാത പറഞ്ഞത്. പക്ഷേ ഇത് ഇവിടെ നമ്മൾ ഒറ്റ തൂണല്ല, 2 തൂണുണ്ട്. അപ്പോൾ നമ്മളിത് കണ്ണഞ്ഞറോട് തിരിഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി NH-66 പഴയ കാഴ്ച കാണാം കേട്ടോ. നമ്മൾ NH-66 വർക്ക് ആരംഭിക്കുന്നതിന് മുമ്പുള്ള പണ്ടത്തെ. അപ്പോൾ നമ്മളിപ്പോൾ എടപ്പള്ളി ജംഗ്ഷനിലാണ്. നമ്മൾ ലെഫ്റ്റ് സൈഡ് എടപ്പള്ളി പള്ളിയാണ്. അപ്പോൾ നമ്മൾ ലെഫ്റ്റ് എടുത്ത് നേരെ ആ നേരത്തെ പോയ സെയിം റൂട്ട് തന്നെയാണ് നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്നത്. ഇത് പണ്ടത്തെയാണ്. ആക്ച്വലി പണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തന്നെ ഒരു മാക്സിമം ഒരു 2-3 ഇയേഴ്സ് ബാക്കുള്ള ഒരു വീഡിയോ ആണ്. അപ്പം നമ്മളിത് ജസ്റ്റ് ഒന്ന് ലേറ്റസ്റ്റ് അപ്ഡേഷൻ കിട്ടാൻ വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്ത് വെച്ചായിരുന്നു. കണ്ട ഇപ്പോൾ ഈ ലെഫ്റ്റ് സൈഡിൽ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു, അതിപ്പോൾ ഇല്ല. കണ്ട ഈ ലെഫ്റ്റ് സൈഡിൽ നോക്കിക്കോട്ടെ. ഈ റോഡ് ഇപ്പോൾ നമ്മളിപ്പോൾ പോകുന്ന റോഡ് കംപ്ലീറ്റ്ലി ക്ലോസ് ചെയ്ത്. അപ്പം ഇതായിരുന്നു പണ്ടത്തെ വഴി കേട്ടോ. ആക്ച്വലി ഇതല്ലായിരുന്നു, നേരത്തെ ലെഫ്റ്റ് ആയിരുന്നു. അത് വളരെ വർഷങ്ങൾക്ക് മുമ്പ്. അപ്പോൾ ഇതാണ് കണ്ട ബസ് സ്റ്റോപ്പ് ഉണ്ട്. ഈ ബസ് സ്റ്റോപ്പ് ഇപ്പോൾ ഇല്ല. ആ നേരെ കാണുന്ന അമൃത ഹോസ്പിറ്റലിനെ പറ്റിയുള്ള ആ ബോർഡുള്ള കംപ്ലീറ്റ്ലി ഇപ്പോൾ പൊളിച്ചു മാറി. ലെഫ്റ്റ് സൈഡിലെ മരങ്ങളില്ല. റൈറ്റ് സൈഡിലെ ലുലുവിൻ്റെ മതിൽ പൊളിച്ചു തന്നെയുള്ളൂ കേട്ടോ. കണ്ട പക്ഷേ ഇതിന് മുമ്പത്തെ പഴയതും നമ്മുടെ ഈ ചാനലിൽ തന്നെ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാ കാഴ്ചയും കാണാം. കണ്ട ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പണ്ടത്തെ കാഴ്ചകളെ ആ ലെഫ്റ്റ് സൈഡിലെ മരങ്ങൾ കംപ്ലീറ്റ്ലി ഇപ്പോൾ മാറ്റിക്കളഞ്ഞിട്ടോ, വെട്ടിക്കളഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അത് മാറ്റി വെക്കേണ്ടതായിരുന്നു. കണ്ട നോക്കിയേ, ആ റോഡ് ഇപ്പോൾ അങ്ങോട്ട് നീങ്ങിയിട്ടുണ്ട്. എന്തായാലും സർവീസ് റോഡിന് നല്ല രീതിയിലുള്ള വീതി ഉള്ളതുകൊണ്ട് ബ്ലോക്ക് ഉണ്ടാവുമില്ല എന്നുള്ളത് നമുക്ക് ഭാവിയിൽ കണ്ടറിയാം. കാരണം ഫ്ലൈ ഓവർ ഇവിടെ ഒരു ഇടങ്ങേറായിരിക്കും.
ഈ ഭാഗത്ത്. പക്ഷേ അറിയാൻ പറ്റിയത് 2 അണ്ടർപാസ് വന്നെന്നാണ്. പക്ഷേ അണ്ടർപാസ് കൊണ്ട് നമ്മുടെ എടപ്പള്ളിയിലെ ബ്ലോക്ക് മാറുമെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. കാരണം എടപ്പള്ളി വരുന്ന സമയത്ത് നല്ല രീതിയിൽ ആൾക്കാർ വരുന്നതാണ് എല്ലായിടത്തു നിന്നും. അതുപോലെ തന്നെ ലുലുവിൽ ഓഫർ ഉണ്ടാകുന്ന സമയത്ത് എല്ലാ ഭാഗത്തും വരുമ്പോഴത്തേക്കും നല്ല രീതിയിലുള്ള ട്രാഫിക് ഉണ്ടാകും. അപ്പോൾ നമ്മളിതാ നേരെ നമ്മുടെ എടപ്പള്ളി ആറോബിയിലൂടെ കയറാൻ പോകുന്നത്. ആക്ച്വലി നമ്മുടെ എടപ്പള്ളി പുതിയ ആറോബിൻ്റെ പണി സമയത്ത് തുടങ്ങിയിട്ടുണ്ടായില്ലായിരുന്നു നമ്മളിവിടെ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കും. അപ്പോൾ നമ്മളിതാ കാണുന്നതാണ് ആ പഴയ കാഴ്ചകൾ കേട്ടോ. അങ്ങനെ നമ്മളിത് എടപ്പള്ളി ആറോബിയിലൂടെ പ്രവേശിക്കാൻ പോകുന്നത്. ആക്ച്വലി ഇത് പഴയ കാഴ്ചയുണ്ട. ഇപ്പോൾ റൈറ്റ് സൈഡിൽ തന്നെ പുതിയ ആറോബിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. എന്തായാലും ലെഫ്റ്റ് സൈഡിലെ സർവീസ് റോഡൊക്കെ നല്ല രീതിയിലുള്ള കുണ്ടും കുരിയായിരുന്നു. ഇവിടെ ഓൾമോസ്റ്റ്ലി പാലത്തിൻ്റെ സൈഡൊക്കെ നല്ല രീതിയിലുള്ള കാടായിരുന്നു പണ്ട്. പിന്നെ എന്തായാലും ഭാവിയിലൊക്കെ ക്ലിയർ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നമ്മളിത് എടപ്പള്ളി ആറോബിയിലൂടെ പ്രവേശിച്ചു. റൈറ്റ് സൈഡിൽ തന്നെ നോക്കിയാലുണ്ടെങ്കിൽ കാണാൻ പറ്റും പഴയ പാലം, പുതിയ പാലത്തിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടില്ല എന്നുള്ളത്. പിന്നെ നമ്മൾ ഈ ട്രാവൽ ചെയ്യുന്ന ഈ ROB കംപ്ലീറ്റ് ആകാൻ വേണ്ടി ഓൾമോസ്റ്റ്ലി ഒരു 20 to 50 ഇയേഴ്സ് വേണ്ടി വന്നായിരുന്നു. പക്ഷേ വർക്ക് കംപ്ലീറ്റ് കോമൺ കാരണം കറക്റ്റ് ഒരു വണ്ടിക്കുള്ള വീതി, 2 വണ്ടിക്കുള്ള വീതി ഉണ്ടെങ്കിലും പക്ഷേ ഇപ്പോഴത്തെ ടെക്നോളജി ഇപ്പോഴത്തെ കാലഘട്ടം വെച്ചിട്ട് നമുക്ക് ഈ പാലം വളരെ വീതി കുറവായിട്ട് തോന്നിയായിരുന്നു. കാരണം നല്ല രീതിയിലുള്ള ട്രാഫിക് ബ്ലോക്ക് ഈ പാലത്തിൽ ഉണ്ടായിരുന്നു. എന്തായാലും പുതിയ പാലം വരും കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും ആ ട്രാഫിക് ബ്ലോക്കൊക്കെ ഓവർകം ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ എടപ്പള്ളി ജംഗ്ഷനിലും നമ്മുടെ വൈറ്റില ജംഗ്ഷനിലും അതുപോലെ തന്നെ പാലട്ട് ജംഗ്ഷനിലും അവിടെ എന്തെങ്കിലുമൊക്കെ ഒരു ടെക്നോളജി കൊണ്ടുവന്നില്ല എങ്കിൽ പണി വാളും. കാരണം ഒരു മാക്സിമം ഒരു 16-14 കിലോമീറ്ററിലുള്ള ഒരു ഫ്ലൈ ഓവറാണ് വേണ്ടി വരുന്നത്. കാരണം കംപ്ലീറ്റ്ലി ട്രാഫിക് ബ്ലോക്ക് ഇല്ലാതാക്കാനായിട്ട്. കാരണം നമ്മുടെ അരൂർ തുറവൂർ ഭാഗത്ത് ഇപ്പോൾ അങ്ങനെ ഇവാലുവേറ്റഡ് ആക്കിയാണ് വരുന്നത്. അതേപോലെ ഒരു ഫ്ലൈ ഓവർ ആയിരുന്നു ഈ ഭാഗത്ത് വേണ്ടിയിരുന്നത്. എന്തായാലും ഭാവിയിൽ കണ്ടറിയാൻ ബ്ലോക്ക് മാറോ ഇല്ല എന്നുള്ളത്. എന്തായാലും മാറുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും വീണ്ടും നമ്മുടെ നമ്മുടെ എടപ്പള്ളിയിലും വൈറ്റിലും കാണിച്ച ഫൂളിഷ്നസ് വീണ്ടും റിപ്പീറ്റ് ചെയ്യില്ല എന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നമ്മളിത് കുന്നുംപുറം ഭാഗത്തേക്ക് പോവുകയാണേ. കുന്നുംപുറം ജംഗ്ഷനിൽ ഇപ്പോൾ എത്താറായിട്ടുണ്ട്. എന്തായാലും ഇവിടെ നോക്കി നല്ല രീതിയിലുള്ള മാറ്റമാണ് ഇപ്പോൾ വന്നേക്കുന്നത്. പക്ഷെ നമ്മളീ കാണുന്നത് പഴയ കാഴ്ചകളാണ്, പണ്ടത്തെ കാഴ്ചകളുണ്ട്. റൈറ്റ് സൈഡിൽ നോക്കിയ പാടമൊക്കെ ഇപ്പോൾ റോഡിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡിലെ സർവീസ് റോഡിൻ്റെ വർക്കും ആരംഭിച്ചിട്ടുണ്ട്. ആ കാണുന്ന ബോർഡൊക്കെ ഇപ്പോൾ കംപ്ലീറ്റ്ലി മാറ്റിയിട്ടുണ്ട്. ഇതിന് മുകളിൽ കാണുന്ന സംഭവം അതൊന്നും ഇപ്പോൾ ഇല്ല കേട്ടോ. എന്തായാലും അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് ആ താഴത്തെ ഈ റോഡൊക്കെ ഒന്ന് കാണാം. ഈ റോഡ് ഇപ്പോൾ നല്ല രീതിയിലുള്ള വ്യത്യാസം വന്ന് ഇതിപ്പോൾ NH-66 സർവീസ് റോഡായിട്ട് കംപ്ലീറ്റ്ലി ആയിട്ടുണ്ട്. എന്തായാലും ഇതിൻ്റെ അടിയിൽ കൂടി ഒരു അണ്ടർപാസ് വരാൻ ചാൻസ് കാണുന്നുണ്ട്. കാരണം അതിൻ്റെ വർക്ക് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആക്ച്വലി ഇപ്പോൾ ഈ റോഡില്ല, ഇതിപ്പോൾ നല്ല രീതിയിലുള്ള വ്യത്യാസം വന്നിട്ടുണ്ട് ഈ ഭാഗത്തൊക്കെ. എന്തായാലും ആ റോഡ് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും നമ്മൾ അതും കൂടി ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നമ്മളിതാ കുന്നുംപുറം അണ്ടർപാസിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ. ഇതിലൂടെ നമുക്ക് വനിതാ തിയേറ്റർ, അതുപോലെ തന്നെ നമ്മുടെ ടോള്, അതുപോലെ തന്നെ നമ്മുടെ നമ്മുടെ ഗ്ലാസ് ഫാക്ടറി റോഡ് എന്നീ ഭാഗത്തോട്ടൊക്കെ പോകാൻ പറ്റും ഫ്രണ്ട്സ്. അപ്പോൾ നമ്മൾ ഈ കാണുന്നത് പണ്ടത്തെ നമ്മുടെ എടപ്പള്ളി കുന്നുംപുറം ഭാഗത്തുള്ള അണ്ടർപാസ്. ആക്ച്വലി നമ്മൾ ഈ ട്രാവൽ ചെയ്യുന്ന പഴയ റോഡാണ്. ആക്ച്വലി ഇപ്പോൾ ഈ റോഡില്ല, ഈ റോഡ് കംപ്ലീറ്റ്ലി പൊളിച്ചു മാറ്റി. എന്തായാലും പഴയ ഓർമ്മകൾ കൊണ്ടുള്ള നമ്മൾ നേരത്തെ ഷൂട്ട് ചെയ്തൊരു വീഡിയോ ആയിരുന്നു ഇത്. റൈറ്റ് സൈഡിലൊക്കെ കുറച്ച് ബിൽഡിംഗ് ഒക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ പൊളിച്ചു മാറ്റി. എന്തായാലും ഇതിനെക്കാട്ടും കുറച്ചും കൂടി പഴക്കമുള്ള ഇതിൻ്റെ സീരീസ് നമ്മുടെ ഈ ചാനലിൽ തന്നെ ഉണ്ട്. എല്ലാം കാണണമെന്ന് അപേക്ഷിക്കും. പക്ഷേ നമ്മൾ ഈ പോകുന്ന റോഡ് അലൈൻമെൻറ്റ് കറക്റ്റൊന്നും അല്ലായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ചേരാനല്ലൂർ സിഗ്നലിലാണ്. പണ്ടത്തെ ഇപ്പോൾ ഇതിൻ്റെ അവിടെ ഫ്ലൈ ഓവറിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. ഇത് ഫ്ലൈ ഓവറിൻ്റെ വർക്ക് ആരംഭിക്കുന്നതിന് മുമ്പുള്ള കാഴ്ച നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് ഉള്ളത് കണ്ടെയ്നർ റോഡാണ്. ആക്ച്വലി ആ റോഡ് പണ്ട് ഉണ്ടായിരുന്നില്ല, ഇപ്പോൾ വന്നതായിരുന്നു. ആ സമയത്തുള്ള വീട് നമ്മുടെ ഇല്ല കേട്ടോ. കാരണം ആ ടൈമിൻ്റെ കയ്യിൽ ക്യാമറ ഒന്നും ഉണ്ടായില്ലായിരുന്നു. അപ്പോൾ നമ്മളിതാ ചേരാനല്ലൂർ സിഗ്നലിൽ നിന്ന് അപ്പോൾ ഗ്രീൻ സൈഡ് കിട്ടി നേരെ ക്ലോസ് ചെയ്ത്. ഇപ്പോൾ ഇവിടെ ഫ്ലൈ ഓവർ വർക്ക് നടക്കുന്നുണ്ട് കേട്ടോ. അന്ന് ഫ്ലൈ ഓവർ വർക്ക് ആരംഭിച്ചിട്ടില്ല. ഈ കാണുന്ന റോഡ് ഇപ്പോൾ ഇല്ല കേട്ടോ. നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്ന റോഡ് കംപ്ലീറ്റ്ലി അത് ഫ്ലൈ ഓവർ റോഡായിട്ടുള്ള പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്, പൈലിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ പോകുന്നത് നേരെ ചേരാനല്ലൂർ സിഗ്നൽ കഴിഞ്ഞ് നേരെ നമ്മുടെ പഴയ കാഴ്ചയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കണ്ടാൽ നോക്കിയേ, ആ റൈറ്റ് സൈഡിലെ വീടും ലെഫ്റ്റ് സൈഡിലെ ബിൽഡിങ്ങും ഒന്നും ഇപ്പോൾ ഇല്ല, ലെഫ്റ്റ് സൈഡിലെ മരങ്ങളും ഇല്ല. ഇതിപ്പോൾ പഴയ കാഴ്ച ഉണ്ട്. റൈറ്റ് സൈഡിലെ പള്ളി പൊളിച്ചത് കാണുന്നത് നോക്കിയേ പണ്ടത്തെ കാഴ്ച. ആ ലെഫ്റ്റ് സൈഡിലെ ബിൽഡിങ്ങൊന്നും ഇപ്പോൾ ഇല്ല കേട്ടോ, അത് കംപ്ലീറ്റ്ലി പോയി. എന്തായാലും അടിപൊളിയല്ലേ. നമ്മൾ നേരത്തെ ഷൂട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഈ പഴയ ഓർമ്മ കിട്ടിയത് തന്നെ ഒരു വലിയൊരു ലക്കായിട്ട് തോന്നുന്നു. ആക്ച്വലി ഇതിന് മുമ്പത്തെ കാഴ്ച കിട്ടേണ്ടതായിരുന്നു, പക്ഷെ നമുക്ക് എടുക്കാൻ പറ്റിയില്ലായിരുന്നു. എന്തായാലും ഇതിപ്പോൾ പഴയ എപ്പിസോഡാണ് കേട്ടോ. നോക്കിയേ കണ്ടാ, ആ ഷോറൂമിൻ്റെ പകുതി ഇപ്പോൾ NH-66 വർക്ക് നടക്കാൻ വേണ്ടിയിട്ട് മിക്കവാറും കംപ്ലീറ്റ്ലി പൊളിച്ച് കളഞ്ഞിട്ടുണ്ട്. പിന്നെ റോഡിൻ്റെ വീതി കൂട്ടാൻ വേണ്ടിയിട്ടുള്ള വർക്കും ആരംഭിച്ചിട്ടുണ്ട്. കണ്ട, ഒന്നും ആയിട്ടില്ല ഈ സമയത്ത്. നോക്കിയേ
നല്ല ഡിഫറൻസ് ഇല്ല. ഇപ്പം ഈ റോഡും ഇപ്പോഴത്തെ മുമ്പിട്ട് നല്ല രീതിയിൽ മാറ്റം വന്നതുകൊണ്ട് നമുക്കിപ്പോൾ അടയാളമൊന്നും മനസ്സിലാകത്തുമില്ല. ആ ലെഫ്റ്റ് സൈഡിലെ കടകളൊക്കെ കംപ്ലീറ്റ്ലി പോയി കാണുന്നത്. റൈറ്റ് സൈഡിലെ ഓൾമോസ്റ്റ്ലി പോയിട്ടുണ്ട്, എല്ലാം കംപ്ലീറ്റ് 2 സൈഡിലേയും പോയിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കുന്നുംപുറം ഭാഗത്ത് എത്താറായിട്ടുണ്ട്. കണ്ട ആ പമ്പ്. എന്തായാലും ഇതിൻ്റെ പ്രീവിയസ് കുറച്ച് മുമ്പ് തന്നെ നമ്മൾ ഈ പമ്പിൽ കയറുന്നത് നിങ്ങൾ കണ്ടായിരുന്നു, ഇതിലൂടെ പോകുന്നത്. ഇപ്പോൾ സർവീസ് റോഡ് ഇപ്പോൾ ഓൾമോസ്റ്റ് ഞങ്ങളുടെ അടുത്തിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഈ വീഡിയോ ഇത്തിരി ലെങ്ത് ആയി പോയി എന്നറിയാം. കാരണം വേറെ ഒന്നുമില്ല, നമുക്ക് ഷോർട്ടാക്കാൻ തോന്നിയില്ല. കാരണം വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ പഴയ കാഴ്ചകളും പുതിയ കാഴ്ചയും കൂടി മിക്സ് ചെയ്തിട്ട് വീഡിയോ ചെയ്യണമെന്ന് പണ്ട് തുടങ്ങിയ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതുകൊണ്ട് ജസ്റ്റ് നമ്മൾ ചെയ്തായിരുന്നു. ഓൾമോസ്റ്റ് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത് കുറേ നാൾ മുമ്പാണ്. എന്തായാലും ഇതിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് വരാൻ വേണ്ടി നമ്മുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് വരാൻ വേണ്ടി നമ്മൾ ഈ വീഡിയോ വെയിറ്റ് ചെയ്ത് വെച്ചായിരുന്നു. എന്തായാലും ഇപ്പോഴാണ് ടൈം തോന്നിയിരുന്നത്. കണ്ട ഓക്കെ, നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന റോഡ് ഇപ്പോൾ സർവീസ് റോഡായിട്ട് മാറിയിട്ടുണ്ട് കുറച്ച് ഭാഗത്തോട്ട്. ആ കാണുന്ന കടകളും ബിൽഡിങ്ങും കംപ്ലീറ്റ്ലി പൊളിച്ച് ഇപ്പോൾ ആ ഭാഗമൊക്കെ സർവീസ് റോഡായിട്ടുണ്ട്. അതുപോലെ റൈറ്റ് സൈഡിൽ അങ്ങനെ തന്നെ ആയിട്ടുണ്ട്. പക്ഷേ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. എന്തായാലും പെട്ടെന്ന് തന്നെ കംപ്ലീറ്റ് ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്കപ്പോൾ ഇത് കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഇതിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റും കൂടി നമ്മൾ ഈ വീഡിയോ തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ്. ദയവായി കംപ്ലീറ്റ്ലി സ്കിപ്പ് ചെയ്ത് കാണണമെന്ന് അപേക്ഷിക്കുന്നു, ഒന്ന് റിക്വസ്റ്റ് ആണ്. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ്ലി നമ്മളുടെ എടപ്പള്ളി കുന്നുംപുറം ഭാഗത്ത് എത്താറായിട്ടുണ്ട്. ആക്ച്വലി നമ്മളിതിലൂടെ കവർ ചെയ്തിരിക്കുന്നത് നമ്മൾ എടപ്പള്ളി കുന്നുംപുറം ചാനലിലൊരു ഭാഗം തന്നെയാണ്. എന്തായാലും ഇതിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡും പിന്നെ ഇതിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റും നമ്മുടെ ചാനലോട് ഇന്നും ഉണ്ടാവും. കണ്ടേക്കാവുന്ന ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ആ വളവ് റോഡ് ഇപ്പോൾ കംപ്ലീറ്റ്ലി ഇല്ല കേട്ടോ, അത് കംപ്ലീറ്റ്ലി പോയി. നല്ല രീതിയിലുള്ള മാറ്റമാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളിതാ കുന്നുംപുറം സിഗ്നൽ ഭാഗത്ത് എത്താറായിട്ടുണ്ട്. ഇവിടെ നല്ല രീതിയിലുള്ള വീതിക്കുള്ള റോഡ്. എന്തായാലും ഇതൊരു ഇപ്പം ആക്ച്വലി ഒരു 10-20-30 വർഷങ്ങൾക്ക് മുമ്പേ തന്നെ വേണ്ടിയിരുന്നതായിരുന്നു. ഇത്രയും വൈകിയത് ശരിക്കും പറഞ്ഞാൽ ഒരു വല്ലാത്തൊരു നെഗറ്റീവായിട്ട് തോന്നിയാണ്. കാരണം നമുക്ക് തിരുവനന്തപുരം കാസർഗോഡ് അല്ല, നമുക്ക് കന്യാകുമാരി മുതൽ നമുക്ക് മുമ്പേ വരെ നമുക്ക് സ്പീഡിൽ ചെല്ലാൻ പറ്റും. എന്തായാലും നല്ല രീതിയിലുള്ള ടൈം സേവിങ് ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ട ആ ലെഫ്റ്റ് സൈഡ് നോക്കി ഇപ്പോൾ റോഡിന് തീരെ ഇവിടെ വീതിയില്ലാതെ. ഇവിടെ നല്ല രീതിയിലുള്ള റിസ്ക്കിയാണ്. കാരണം അങ്ങാട് കാട് പോലെയാണ്, റോഡ് പൊങ്ങി നിൽക്കുന്നുണ്ട്. എഡ്ജിൻ്റെ അങ്ങോട്ട് നല്ല രീതിയിലുള്ള ആരവമുണ്ട്. പിന്നെ ഇപ്പോൾ ഈ ട്രാവൽ ചെയ്യുന്ന റോഡ് പൊളിച്ചളഞ്ഞു, അങ്ങാട് ഇത്തിരി നീട്ടിട്ടാണ് റോഡാക്കിയിരുന്നത്. കണ്ട ഈ ലെഫ്റ്റ് സൈഡിലെ ആ ബിൽഡിങ് നോക്കി, ഇപ്പം നല്ല രീതിയിലുള്ള മാറ്റം വന്നിട്ടുണ്ട് ഈ ഭാഗത്തായിട്ട്. ആ കാണുന്ന 4 നില ബിൽഡിങ് അല്ലെങ്കിൽ ആ 3 നില ബിൽഡിങ് ഇപ്പോൾ ഇല്ല കേട്ടോ, അത് കംപ്ലീറ്റ്ലി പൊളിച്ചളഞ്ഞു. എന്തായാലും ഇത് വളരെ പഴക്കമുണ്ട് കേട്ടോ. ഇത് നമ്മൾ ഷൂട്ട് ചെയ്ത ഓൾമോസ്റ്റ് ഒരു 4-5 വർഷം മുമ്പ് നമ്മൾ ഷൂട്ട് ചെയ്ത ഒരു വീഡിയോ ആയിരുന്നു ഇത്. നിങ്ങൾ നോക്കിക്കൊള്ളണ്ട, ലെഫ്റ്റ് സൈഡിലെ സർവീസ് റോഡിൻ്റെ വർക്ക് പോലും ആരംഭിച്ചിട്ടുള്ള 100% ഒന്നും ആയിട്ടില്ല. ഒരു പറമ്പ് കിടക്കുകയാണ്. അന്ന് 2018 വെള്ളപ്പൊക്കം ഉണ്ടായ സമയത്ത് ഈ കാണുന്ന പറമ്പൊക്കെ വെള്ളത്തിനടിയിലായിരുന്നു. അല്ലാണ്ട് ആ ബിൽഡിങ് പോലും കംപ്ലീറ്റ്ലി പൊളിച്ചു കളഞ്ഞിട്ടുണ്ട് ഇപ്പോൾ. അപ്പോൾ നമ്മളിതാ വീണ്ടും നമ്മുടെ എടപ്പള്ളി ROBയിലോട്ട് പ്രവേശിക്കുകയാണ്. ഇപ്പം നമ്മുടെ എടപ്പള്ളിയിലെ പുതിയ ROBിൻ്റെ വർക്കൊന്നും ആരംഭിച്ചിട്ടില്ല. ആ സൈഡ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുകയും ചെയ്യും. നല്ല പണ്ടത്തെ കാഴ്ചയാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. എടപ്പള്ളി ഭാഗത്തുള്ളത് എടപ്പള്ളി ROBിൻ്റെ പണ്ടത്തെ പറഞ്ഞാൽ വളരെ പഴക്കമുണ്ട് ഈ വീഡിയോ. എന്തൊക്കെയായാലും നമ്മുടെ റോഡ് കണ്ടീഷൻ വളരെ മോശമാണ് കേട്ടോ. നോക്കിക്കോളാം, കാറൊക്കെ പൊങ്ങിയും താന്ന് നോക്കണം. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടും ട്രൈ ചെയ്തില്ല എങ്കിൽ നമ്മൾ മറ്റേ വണ്ടർലയിലെ എക്സ്പീരിയൻസ് ആണ് നമുക്ക് ഇവിടെ വരുന്നത്. 50-60 റോഡ് കൂടി പോകുന്നത്. കാരണം വളരെ ഒരു 30 കിലോമീറ്റർ തന്നെ സേഫ് അല്ല. കണ്ടോ നോക്കി, നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാൻ പറ്റും. കണ്ട ഇതിലിപ്പോൾ ലെഫ്റ്റ് സൈഡിലൂടെയൊക്കെ നമ്മുടെ പുതിയ ROBിൻ്റെ വർക്ക് ആരംഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഒന്നും ആയിട്ടില്ല നമ്മൾ ലെഫ്റ്റ് സൈഡിൽ കാണുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്നത് എടപ്പള്ളിയിലെ പഴയ ROBയാണ്. എന്തായാലും ഇതൊരു കോമഡി പീസ് ROB ആയിരുന്നു. കാരണം ഈ വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി ഒരു 15-20 കൊല്ലത്തോളം നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വന്നായിരുന്നു. എന്തായാലും അടിപൊളി. എനിക്ക് തോന്നുന്നു ഈ വീഡിയോ ഷൂട്ട് ചെയ്തത് നമുക്ക് 2019-20 കണ്ടായിരുന്നു. കറക്റ്റായിട്ട് ഇയർ എനിക്ക് ഓർമ്മയില്ല, ജസ്റ്റ് ഒരു ഊഹിച്ച് പറയുകയാണ്. എന്തായാലും 2019 ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. കണ്ടോ നോക്കിയാൽ നിങ്ങൾ. അപ്പം നമ്മളെ ROBൻ്റെ മുകളിലാണ് കണ്ട റോഡ് നോക്കിയേ. ചില ഭാഗത്ത് ആരെങ്കിലും ചില ഭാഗത്ത് താന്നിരിപ്പുണ്ട്. ഇത് മര്യാദക്ക് ഒരു ലെവലിൽ ചെയ്തില്ല എങ്കിൽ നല്ല രീതിയിലുള്ള അപകടമുണ്ട്. കൂടുതലും ബൈക്കാർക്കാണ് പ്രശ്നം വരാൻ ചാൻസ് ഉള്ളത്. കാറുകാർക്ക് പിന്നെയും കുഴപ്പമുണ്ടാകത്തില്ല. ദയവായി ഇത് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും മര്യാദക്ക് പ്രോപ്പറായിട്ട് അറിയുക. പിന്നെ ടാറിങ് കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കേരള വാട്ടർ അതോറിറ്റി ഒന്ന് കുത്തിപ്പൊളിക്കാതിരിക്കാൻ വേണ്ടി മാക്സിമം ശ്രമിക്കുക. അല്ലെങ്കിൽ ഇപ്പോഴാണെങ്കിൽ കുത്തിപ്പൊളിച്ചു. അല്ലെങ്കിൽ സാധാരണ നമ്മുടെ ടാറിങ് വർക്ക് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കാണ് വാട്ടർ അതോറിറ്റി അല്ലെങ്കിൽ KCB കാര്യം വന്ന് റോഡ് കുത്തിപ്പൊളിക്കുന്നത്. അതൊരു വളരെ കേരളത്തിലെ ഏറ്റവും വലിയൊരു മോശം കാര്യങ്ങളാണ്. അങ്ങനെ നമ്മൾ എടപ്പള്ളി ROBൻ്റെ എൻ്റെ ഭാഗത്ത് എത്തി. നമ്മളിപ്പോൾ ലുല്ലുമോളുടെ ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നേരെ ലുല്ലുമോളുടെ ഭാഗത്തോട്ടാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ എങ്ങാണ്ട് ചെറിയൊരു ബൈക്ക് ആക്സിഡൻറ്റ് ഉണ്ടാകുമെന്ന് തോന്നുന്നു. അവിടെ ആ കാറായിട്ടെന്തോ ഒരു ഇടിയുണ്ടായിരുന്നെന്ന് തോന്നുന്നുണ്ട്. എന്തായാലും നമ്മളവിടെ നിന്നില്ല, നമ്മൾ ജസ്റ്റ് പോയി.
കാരണം ആർക്കും വലിയ പഴുക്കൊന്നും കണ്ടില്ലായിരുന്നു. പഴുക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ വണ്ടിക്കകത്തോടെ അടിക്കാൻ കണ്ട ഈ ലെഫ്റ്റ് സൈഡിലെ റോഡിൻ്റെ അടുത്തൊക്കെ കാടെടുത്തൊന്ന് നോക്കി. ഇതൊക്കെ ശരിക്കും ഒന്ന് ക്ലിയർ ചെയ്തില്ലെങ്കിൽ എന്തുമാത്രം അപകടം ഉണ്ടാകും. കാരണം അതുപോലെ പാമ്പോ അല്ലെങ്കിൽ അണലിയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ജീവികളെല്ലാം കിടപ്പുണ്ടെങ്കിൽ തന്നെ മനുഷ്യന്മാരെ അറ്റാക്ക് ചെയ്യാൻ ചാൻസ് കൂടുതൽ. അതുപോലെ തന്നെ നമ്മൾ വണ്ടി പോകുമ്പോൾ തന്നെ ഇത് ക്രോസ് ചെയ്യുമ്പോൾ തന്നെ വണ്ടി അപകടപ്പെടാനും ചാൻസ് ഉണ്ട്. കണ്ട നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന പണ്ടത്തെ ആ റോഡാണ് കേട്ടോ. പണ്ടേ കുറച്ച് ബിൽഡിങ് നമുക്ക് ഈ ഭാഗത്ത് ഇപ്പോൾ കാണാൻ പറ്റും. പൊളിച്ചിട്ടില്ല, എന്നെ ചെറുത്താണ്ട് വർക്ക് പൊളിക്കാൻ ആരംഭിച്ചിട്ടേ ഉള്ളൂ ചില ഭാഗത്തൊക്കെ ആയിട്ട്. കണ്ട നിങ്ങൾ നോക്കിക്കോളൂ പഴയ കാഴ്ചകൾ. എന്തായാലും ഇപ്പം നോക്കുമ്പോൾ നമുക്ക് ഇതൊന്നും കാണാൻ പറ്റില്ല. ഇത് കംപ്ലീറ്റ്ലി ഇപ്പോൾ ഇല്ല കേട്ടോ. ഈ രണ്ട് സൈഡും നല്ല രീതിയിലുള്ള മാറ്റം ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പം നമ്മളിപ്പോൾ ലുലുമോളുടെ അടുത്ത് തീരണം കേട്ടോ. കണ്ടോ നോക്കിയാൽ നിങ്ങൾ അടിപൊളിയല്ലേ പഴയ കാഴ്ച. പക്ഷേ റോഡ് കണ്ടീഷൻ വളരെ വളരെ മോശമാണ്. അതാണ് സഹിക്കാൻ പറ്റാത്തത്. ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിത് എടപ്പള്ളി ലുലുമോളിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. എടപ്പള്ളി സ്റ്റേഷൻകാവല ലുലുമോളിൻ്റെ ഭാഗത്ത് എത്തിയിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ബിൽഡിങ്ങും റൈറ്റ് സൈഡിൽ കാണുന്ന ബിൽഡിങ്ങും ഒന്നും ഇപ്പോൾ ഇല്ല. ആ ഭാഗത്തൊക്കെ ഇപ്പോൾ സർവീസ് കൊണ്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് യാതൊന്നും മനസ്സിലാകത്തില്ല. കണ്ടാൽ നോക്കിയാൽ ചെറുതായിട്ടൊന്നും പൊളി തുടങ്ങിയിട്ടുള്ളൂ. നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ലുലുമോളിൻ്റെ ഭാഗത്തുള്ള മതിലൊന്നും പൊളിച്ചിട്ടില്ല കേട്ടോ. എന്തായാലും ഈ കാണുന്ന കടകളോ ബിൽഡിങ്ങോ മരങ്ങളോ ഒന്നും ഇപ്പോൾ ഇല്ല. അത് കംപ്ലീറ്റ്ലി പൊളിച്ചു മാറ്റി അവിടെ ഇപ്പോൾ സർവീസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണേ. നിങ്ങൾ നോക്കിക്കോളണ്ട. അത് ലുലുമോളിൻ്റെ പഴയ മതിലാണ് നമ്മൾ ഈ കാണുന്നത്. ഇപ്പോൾ ഈ മതിലൊക്കെ കംപ്ലീറ്റ്ലി പൊളിച്ചു മാറ്റിയിട്ട് ഇറക്കി കിട്ടിയിട്ടുണ്ട് കേട്ടോ. പഴയ കാഴ്ചകൾ. റൈറ്റ് സൈഡിലെ ബിൽഡിങ്ങൊന്നും ഇപ്പോൾ ഇല്ല കേട്ടോ. റൈറ്റ് സൈഡിലെ മാത്രമല്ല, റൈറ്റ് സൈഡിലെയും ലെഫ്റ്റ് സൈഡിലെയും ഇല്ല. ആക്ച്വലി ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നെങ്കിൽ പിന്നെ രണ്ടാമത് പൊളിക്കേണ്ട ഒരു ആവശ്യം ഉണ്ടായിരുന്നു. എന്ത് ചെയ്യാനാണ്, നമ്മുടെ നാട് എപ്പോഴും ഒരു 40-50 കൊല്ലം പുറകിലേക്കാണ് തിങ്ക് ചെയ്യുന്നത്. എന്തായാലും ഒരു റോഡ് പണിയുമ്പോഴത്തേക്ക് ഒരു ഭാവി ഒരു 60-100 കൊല്ലം മുന്നോട്ടേക്ക് പണിതിരുന്നെങ്കിൽ ഇതേമാതിരി പണിയേണ്ട ഒരു ആവശ്യമില്ലായിരുന്നു. എന്തായാലും ഈ റോഡ് കംപ്ലീറ്റ് ആകുമ്പോഴെങ്കിലും അത് ശരിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ നമ്മൾ ഈ എടപ്പള്ളി ഭാഗത്തുള്ള ബ്ലോക്ക് പിന്നെ സിഗ്നൽ ഇല്ലാത്ത രീതിയിൽ തന്നെ ഇതിലെ കൺവേർട്ട് ചെയ്യാൻ നമുക്ക് അപ്പുറം കടക്കാൻ പറ്റണം. അല്ലെങ്കിൽ NH-66 യാതൊരു ഗുണം ഉണ്ടാകത്തില്ല. എനിക്കറിയാൻ പറ്റിയിരുന്നത് NH-66 കംപ്ലീറ്റ്ലി സിഗ്നൽ ഫ്രീ ആണെന്നാണ് അറിയാൻ പറ്റിയിരുന്നത്. അത്രമാത്രം വാസ്തവം എന്നുള്ളത് വർക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ മനസ്സിലാകത്തുള്ളൂ. അങ്ങനെ നമ്മുടെ എടപ്പള്ളി ജംഗ്ഷൻ കവർ ചെയ്യണേ. അടിപൊളിയാണ്. അപ്പോൾ നമുക്കിനി കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഈ ഇപ്പം കണ്ടതിൻ്റെ പുതിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റും കൂടി പാക്കണം. അപ്പോൾ നമ്മളിതാ പഴയ റോഡിലോട്ട് പ്രവേശിച്ചു. ആക്ച്വലി ഇപ്പം നമ്മളിതാ കണ്ട ആ ലെഫ്റ്റ് സൈഡിലോട്ട് നോക്കി. ഇപ്പോൾ ആ ലെഫ്റ്റ് സൈഡിലെ ആ മഞ്ഞ ബോർഡിൻ്റെ ഭാഗത്തൊരു ബിൽഡിങ് ആരംഭിച്ചിട്ടുണ്ട്. ആ സമയത്ത് ആ ബിൽഡിങ് തുടങ്ങിയിട്ടില്ല. അതിന് മുമ്പത്തെ കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നത്. ഇരുമ്പ് വെച്ചിട്ടാണ് ഒരു ബിൽഡിങ് പണിതുകൊണ്ടിരിക്കുന്നത്. കണ്ടാൽ നോക്കിയേ ആ നേരെ കാണുന്ന ആ ഗോപുരം എന്നതിനെ പറയണത് അവിടെ ഹോസ്പിറ്റലിൽ ആ ബോർഡും കാര്യങ്ങളൊന്നും ഇപ്പം ഇല്ല കേട്ടോ. അതൊക്കെ കംപ്ലീറ്റ്ലി പൊളിച്ചു കളഞ്ഞു. എന്തായാലും ഈ പഴയ കാഴ്ചകൾ ഇനി നമ്മുടെ ഈ വീഡിയോയിൽ മാത്രമേ കാണാൻ പറ്റത്തുള്ളൂ. ഇനി വേറെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവരെവിടെയും കാണാൻ പറ്റും. അപ്പോൾ നമ്മളിനി നേരെ നമ്മൾ ആലുവയിലേക്കാണ് പോകുന്നത്. എന്തായാലും അത് നമ്മൾ വേറെ എപ്പിസോഡ് ചെയ്യുന്നതാണ്. നമ്മളുടെ സീരീസ് ഇപ്പോൾ NH-66 ആയതുകൊണ്ട് നമ്മൾ NH-66 മാത്രം ഷൂട്ട് ചെയ്യുന്നുള്ളൂ. അപ്പോൾ ലെഫ്റ്റ് സൈഡ് നമ്മളെ ലുലുമോള കാണുന്നത്. ഇപ്പം നമ്മൾ ഈ കാണുന്ന ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ്. നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്നത് കണ്ടേൻ റോഡിലാണ്. നമ്മുടെ കണ്ടേൻ റോഡ്. എന്തായാലും നമ്മൾ കണ്ടേൻ റോഡിനെ പറ്റിയുള്ള വീഡിയോ നമ്മൾ വേറെ എപ്പിസോഡ് ചെയ്യുന്നതുകൊണ്ട് നമ്മൾ കണ്ടേൻ റോഡ് കാര്യമായിട്ട് ഷൂട്ട് ചെയ്തില്ല. നമ്മളിപ്പോൾ ചേർന്നാലും സിഗ്നൽ ഭാഗത്തേക്കാണ് എത്താൻ പോകുന്നത്. നമ്മുടെ കണ്ടേൻ റോഡിലൂടെ നമ്മുടെ ചേർന്നാലും സിഗ്നലിൻ്റെ ഭാഗത്തേക്കാണ് നമ്മളിപ്പോൾ എത്താൻ പോകുന്നത്. എന്തായാലും ഒരു രക്ഷയില്ല കേട്ടോ. ഇവിടെ നല്ല രീതിയിലുള്ള വ്യത്യാസം വന്നിട്ടുണ്ട്. നമുക്കിവിടെ നോക്കുമ്പോൾ തന്നെ നമുക്ക് ആ ചേനൽ സ്ക്രീൻ ഭാഗത്തോടെ ഫ്ലൈ ഓവർ വർക്കിൻ്റെ പില്ലർ കാണാൻ പറ്റും. പക്ഷെ നമ്മുടെ ക്യാമറയിൽ അത് വിസിബിൾ അല്ല. നമ്മുടെ കണ്ണോടാണ് കണ്ടോ. ഇപ്പം നമുക്ക് കാണാം കേട്ടോ ആ പില്ലർ. എന്തായാലും ആ പില്ലർ ഭയങ്കര സ്പീഡിലായിരുന്നു കംപ്ലീറ്റ് ചെയ്തത്. എനിക്കൊന്ന് 1 മാസം കൊണ്ട് തന്നെയായിരുന്നു ആ പില്ലർ വർക്ക് കംപ്ലീറ്റ് ചെയ്ത് കണ്ടോ. ഒരു 4 പില്ലർ നമുക്ക് ഈ സൈഡ് കാണാൻ പറ്റും. അതുപോലെ തന്നെ അപ്പുറം സൈഡിലും 4 പില്ലർ കാണാൻ പറ്റും. ഇപ്പം നമ്മൾ ഈ കാണുന്നത് നമ്മൾ നേരത്തെ കണ്ട ഭാഗത്തിൻ്റെ പുതിയ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ്. ഇത് നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് മാക്സിമം 1 ഡേ ആയിട്ടുള്ളൂ. എന്തായാലും ഇപ്പം നോക്കിക്കോട്ടോ, നിങ്ങൾ ആ പഴയ കാഴ്ച വീഡിയോസും വെച്ച് നോക്കിയേ. അതുകൊണ്ട് NH-66 സർവീസ് റോഡൊക്കെ കഴിഞ്ഞ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ലെഫ്റ്റ് സൈഡിൽ കണ്ട ബിൽഡിംഗ് ഒന്നും ഇപ്പം ഇല്ല. എല്ലാം നന്നായിട്ട് മാറിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് ചേരനെല്ലൂരാണ്. ചേരനെല്ലൂരിൽ നിന്ന് നേരെ കുന്നുംപുറം എടപ്പള്ളി ലുലുമോളിലേക്ക് പോകുന്ന ആ റൂട്ട്. ഇതിലൂടെ നമുക്ക് ആലപ്പുഴ അതുപോലെ തിരുവനന്തപുരം അതുപോലെ കന്യാകുമാരി പോകുന്ന ഒരു റോഡാണ്. പക്ഷേ റോഡ് കണ്ടീഷൻ വളരെ മോശമായതുകൊണ്ട് നമുക്ക് ഭയങ്കര ടൈം എടുക്കും ഇത് കവർ ചെയ്യാനായിട്ട്. എന്തായാലും NH-66 കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും നല്ല സ്പീഡിൽ തന്നെ കംപ്ലീറ്റ് ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തായാലും അടിപൊളിയൊക്കെ ഉണ്ടാവും. നോക്കിയേ നല്ല രീതിയിലുള്ള മാറ്റം വന്നുമില്ലേ. ആ പഴയ ബിൽഡിങ് എന്തായാലും ഇവിടെ ഉണ്ടാവും. നോക്കിയേ
പക്ഷേ ഇവിടുത്തെ ചൂട് ഒരു രക്ഷയില്ല കേട്ടോ, ഭയങ്കര ചൂടായിരുന്നു കേട്ടോ ഈ സമയത്ത് ഇതിൽ പോയപ്പോഴത്തേക്കും. അന്ന് പണ്ട് പോയ സമയത്ത് ഇത്രയും ചൂടുണ്ടായില്ലായിരുന്നു. എന്തായാലും ഒരു മഴങ്ങളൊക്കെ ഒന്ന് സൈഡിൽ പിടിപ്പിക്കുന്നത് നല്ലതായിരിക്കും എന്നൊരു അഭിപ്രായം പറയുന്നു. കാരണം അറ്റ്ലീസ്റ്റ് നേരെയെങ്കിലും പിടിപ്പിക്കുക, കാരണം ഭയങ്കര ചൂട് കൂടുന്നുണ്ട്. അതിനെന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണേ. കണ്ടപ്പോൾ പള്ളിയുടെ പൊളിച്ച പള്ളീൻ്റെ പണി ആരംഭിച്ചിട്ടുണ്ട് റൈറ്റ് സൈഡ് തന്നെയായിട്ട്. പള്ളിയാണെന്ന് തോന്നുന്നു, എനിക്കറിയത്തില്ല. വർക്ക് കംപ്ലീറ്റ് ആവും നമുക്ക് നോക്കാം. എന്തായാലും ഇവിടെയൊക്കെ നല്ല രീതിയിൽ മാറിപ്പോയി. ആ സർവീസ് റോഡ് നന്നായിട്ട് അങ്ങോട്ട് എടുത്തിട്ടുണ്ട്. ആക്ച്വലി നേരത്തെ ഇത്രയും വീതി ഉണ്ടായില്ലായിരുന്നു, ചെറിയ റോഡായിരുന്നു, 2 വരി പാതയായിരുന്നു. ഇപ്പോൾ ഇത് 6 വരി പാതയാണ് ആകാൻ പോകുന്നത്. സർവീസ് റോഡിന് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള വീതി ഉണ്ട് കേട്ടോ. ഇനി ഇത് വർക്ക് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും ബൈക്കാർക്ക് പോകാൻ പറ്റുമോ ഇല്ല എന്നുള്ളത് നമുക്കറിയത്തില്ല. എന്തായാലും പക്ഷെ എനിക്കൊരു ഡൗട്ട് വേറെ ഒന്നുമല്ല, ഈ വർക്ക് നടക്കുമ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി ഇലക്ട്രിക് പോസ്റ്റൊക്കെ ഒന്ന് മാറ്റേണ്ടതല്ലേ? ഇതുവരെ ആ ഇലക്ട്രിക് പോസ്റ്റ് ഒന്നും മാറ്റിയിട്ടൊന്നും കാണുന്നില്ല നോക്കിയേ. എന്നിട്ടുകൊണ്ടിട്ട് അറിയാനായിട്ട് അതെനിക്ക് ശരിക്കും ഡൗട്ട്. ട്രാൻസ്ഫോമറൊക്കെ അവിടെ കിടപ്പുണ്ട്, ഇലക്ട്രിക് പോസ്റ്റ് ഒന്നും മാറ്റിയിട്ടുമില്ല. ശരിക്കും പറഞ്ഞാൽ ഈ ഇലക്ട്രിക് ലൈനൊക്കെ മാറ്റിയിട്ട് വേണ്ട നമ്മുടെ ഈ റോഡ് ടാറിയേണ്ടത്. ഭാവിയിൽ മാറ്റുമെന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മളിതാ കുന്നുംപുറം ജംഗ്ഷൻ ഭാഗത്തേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണേ. അപ്പോൾ നമുക്ക് അവിടുത്തെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് പാக்கலாம். ഉണ്ട്. ആ സർവീസ് റോഡ് തന്നെ നല്ല രീതിയിലുള്ള വീതി ഉണ്ട്. ആക്ച്വലി നമ്മൾ ഇതിൻ്റെ സർവീസ് റോഡിനെ പറ്റിയുള്ള വീഡിയോ നമ്മൾ ഇതിനകത്ത് ചെയ്തത് കൊണ്ട് നമ്മൾ എടുക്കാനാണ്. അതിൻ്റെ നമ്മളെ പഴയ വീഡിയോയിൽ നോക്കി നിങ്ങൾക്ക് കാണാൻ പറ്റും. കണ്ട ഈ പമ്പിലാണ് നമ്മൾ കയറിയിരുന്നത്. ഇപ്പോൾ ആ പമ്പിൻ്റെ ഒത്തിരി സ്ഥലങ്ങൾ ഇപ്പോൾ പോയിട്ടാ, അങ്ങോട്ട് നന്നായിട്ട് കയറി. പിന്നെ മറ്റേ ആ ചെറിയ റോഡുകളൊന്നും ഇപ്പോൾ ഇല്ല കേട്ടോ, കംപ്ലീറ്റ്ലി അത് പൊളിച്ചളഞ്ഞു. നന്നായിട്ട് ഇവിടെയൊക്കെ മാറിപ്പോയി, ഒരു ഒന്നും മനസ്സിലാകാത്ത രീതിയിൽ. പിന്നെ നിങ്ങൾക്ക് ഈ വർക്ക് ആരംഭിക്കുന്നതിന് മുമ്പുള്ള ഇവിടുത്തെ സെയിം പാർട്ടിൻ്റെ വീഡിയോ പഴയ കാണണമെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട്. ആക്ച്വലി ഇതല്ല നമ്മൾ ഷൂട്ട് ചെയ്തത്, വാഴാപ്പുഴ പാലം അപ്പുറത്തേക്കുള്ളതാണ്. എന്തായാലും നമ്മുടെ ഈ എപ്പിസോഡ് നമ്മൾ നിർത്തുന്നില്ല. എന്തായാലും ഉടനെ തന്നെ ഇതിൻ്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റും പിന്നെ അങ്ങോട്ടുള്ള അപ്ഡേറ്റും ഒക്കെ നമ്മൾ ഷൂട്ട് ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അത് ഉടനെ തന്നെ ചെയ്യാട്ടോ. കണ്ട ലെഫ്റ്റ് സൈഡിലെ സർവീസ് റോഡിനവർക്ക് ആരംഭിച്ചിട്ടുണ്ട് ആ കാണുന്നത്. പക്ഷേ കംപ്ലീറ്റ് ആയിട്ടില്ല. ഒരു 40-50% വരെ ആയിട്ടുള്ളൂ. ചില ഭാഗത്തൊക്കെ പെട്ടെന്ന് ആവുന്നുണ്ട്. ആക്ച്വലി നമ്മൾ നൈറ്റായിരുന്നു ഇവർ കൂടുതലും ടാറിങ്ങണമെന്ന് കണ്ടായിരുന്നത്. നോക്കിയേ, എന്തായാലും മനസ്സിലാണ്ടാവും. നോക്കിയാൽ നമ്മളിപ്പോൾ പോകുന്ന റോഡ് നന്നായിട്ട് മാറിപ്പോവില്ലേ പണ്ടത്തെ വെച്ചിട്ട്. എന്തായാലും നമുക്കിതൊരു വല്ലാത്തൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. ഒരു അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി. ഇത് റോഡ് കംപ്ലീറ്റ് ആകുമ്പോൾ ആദ്യം നമ്മുടെ തിരുവനന്തപുരം തുടങ്ങി നമുക്ക് കാസർഗോഡ് അല്ലെങ്കിൽ നമ്മുടെ കന്യാകുമാരി മുതൽ നമുക്ക് നേരെ മുംബൈയിലേക്ക് റാപ്പിഡ് വേഗത്തിൽ പോകാൻ പറ്റും. ഭാവിയിലേക്ക് ഈ റോഡ് നമ്മുടെ ജമ്മു ആൻഡ് കാശ്മീരിലേക്ക് ടച്ച് ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഉണ്ടാകുമ്പോൾ കാരണം മുംബൈയിൽ നിന്ന് അങ്ങോട്ട് വേറെ വല്ല എക്സ്പ്രസ് ഹൈവേ ഉണ്ടാകണം നമ്മുടെ ജമ്മുവിലേക്ക്. എന്തായാലും നമ്മുടെ ഈ റോഡ് ഗോവയെ കവർ ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഗോവയിലോട്ടൊക്കെ പോകാട്ടോ ഇത് കംപ്ലീറ്റ് ആകുമ്പോഴത്തേക്കും. എന്തായാലും നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണം. നമുക്ക് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, പറ്റുമെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഫോർവേഡ് ചെയ്യുക. അപ്പോൾ നമ്മളിതാ കുന്നുംപുറം ഭാഗത്ത് എത്താറായിട്ടുണ്ട്. കണ്ട സർവീസ് റോഡൊക്കെ നല്ല രീതിയിലുള്ള വീതി തന്നെയാണ് ഒരു സർവീസ് റോഡ് പറയുന്നത്. പക്ഷേ കംപ്ലീറ്റ് ആയിട്ടില്ല. അതുകൊണ്ട് സൂക്ഷിച്ച് പോവുക. കാരണം ഇവന്മാർ പേപ്പർ വെച്ചാണ് റോഡ് ബ്ലോക്ക് ചെയ്യുന്നത്, നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റണമെന്നില്ല. അതുകൊണ്ട് ഇതിലൂടെ മാക്സിമം ഒരു 30 കിലോമീറ്ററിൽ പോയാൽ മതി. 40-50 കിലോമീറ്റർ പോകുന്നത് സേഫ് അല്ല. കാരണം റോഡ് സൈഡിൽ പൊടിയുള്ളതുകൊണ്ട് നമ്മൾ ബ്രേക്ക് ചെയ്യുമ്പോൾ വണ്ടി സ്കിഡാകാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മളിതാ കുന്നുംപുറം ജംഗ്ഷൻ ഭാഗത്ത് എത്തി, സിഗ്നൽ ഭാഗത്ത് എത്താറുണ്ട്. ഇവിടെ ഒരു ഫ്ലൈ ഓവർ ഒന്നും ഉണ്ടാക്കണ്ട. ഇവിടെ നോക്കി നന്നായിട്ട് മാറിപ്പോയി. ഇവിടെ പണിയുക പൊളിക്കുക രീതിയിൽ തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇവിടെ ലെഫ്റ്റ് സൈഡിൽ ഒരു സർവീസ് റോഡിൻ്റെ വർക്ക് വിട്ടിരുന്നുണ്ട്. കാരണം ഇപ്പം നമ്മളിപ്പോൾ പോകുന്നത് ആ പുതിയ റോഡിലൂടെയാണ്. പഴയ റോഡിനോടെ പൈലിംഗ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എനിക്കൊന്നും ഇവിടെ ഫ്ലൈ ഓവർ ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും അത് കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അപ്ഡേറ്റ് ചെയ്യാം. എന്തായാലും ഇപ്പോൾ ഇതിൻ്റെ പില്ലർ വർക്ക് ആരംഭിച്ചിട്ടില്ല, പൈലിംഗ് മാത്രമേ നടക്കുന്നുള്ളത്. എന്തായാലും ഫ്ലൈ ഓവറിൻ്റെ പില്ലർ ആകുമ്പോഴത്തേക്കും നമുക്ക് അതിനെപ്പറ്റി കൺഫർമേഷൻ പറയാം കേട്ടോ. ഇവിടെ അണ്ടർപാസ് ആകാൻ ചാൻസ് ഉള്ളൂ, അതുപോലെ ഇവിടെ ഫ്ലൈ ഓവറും വരുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇവിടെ ഇനി സിഗ്നൽ ഫ്രീ ആകാൻ ചാൻസ് ഉള്ളതുകൊണ്ട് ഇവിടുത്തെ ബ്ലോക്ക് ഉണ്ടാകാൻ ചാൻസ് ഇല്ല. അല്ലെങ്കിൽ ഇവിടെ നല്ല രീതിയിലുള്ള ട്രാഫിക് ബ്ലോക്ക് നമുക്ക് കിട്ടാറുണ്ട്. അങ്ങനെ നമ്മളിതാ സിഗ്നൽ കിട്ടി നേരെ അപ്പുറം കിടക്കുവാണേ. ഗ്രീൻ സിഗ്നൽ ഇട്ട് നേരെ അപ്പം കിടക്കുന്നുണ്ട്. അവിടെ NH-66 ഫ്ലൈ ഓവർ തന്നെയാണെന്ന് തോന്നുന്നു. കാരണം അവിടെ പൈലിംഗ് വർക്ക് നടക്കുന്നുണ്ട് നല്ല റാപ്പിഡ് വേഗത്തിൽ തന്നെ. പക്ഷേ പില്ലർ ഇതുവരെ ആയിട്ടില്ല. എന്തായാലും 2 മാസത്തിനുള്ളിൽ തന്നെ പില്ലർ ആകുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം നമ്മളിത് അപ്പുറം ക്രോസ് ചെയ്ത് നേരെ നമ്മളുടെ എടപ്പള്ളി ROBയിലേക്ക് പ്രവേശിക്കാൻ പോകുകയാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോയിൽ നമുക്ക് ലെഫ്റ്റ് സൈഡിൽ തന്നെ പുതിയ അപ്ഡേറ്റ് പാക്കണം. പിന്നെ നമ്മുടെ ലെഫ്റ്റ് സൈഡ് കണ്ടോ നമുക്ക് ഇപ്പോൾ ആ റോഡ് സർവീസ് റോഡായിട്ടുണ്ട്. അവിടെ ഉണ്ടായ 4 നില ബിൽഡിങ് പൊളിച്ചു പോയി. ആ ബിൽഡിംഗ് ഒന്നും ഇപ്പോൾ ഇല്ല. കണ്ട നമ്മൾ നേരത്തെ ഒരു ബിൽഡിങ് ഉണ്ടായിരുന്നില്ലേ പഴയ നമ്മുടെ വീഡിയോയിൽ, ഇപ്പോൾ ആ ബിൽഡിംഗ് ഇല്ലാത്തതുണ്ട്, അത് പൊളിച്ചളഞ്ഞു. റോഡൊക്കെ ബിൽഡിംഗ് ഒക്കെ കുറച്ച് ബാക്കിലേക്ക് ആയിട്ടുണ്ട് കേട്ടോ.
പിന്നെ ഈ ഭാഗത്തിൻ്റെ ഒരു ഫ്ലാറ്റിൻ്റെ നമ്മുടെ തൂണ് പില്ലർ ഉണ്ടായിരുന്നല്ലോ, ആ ബിൽഡിങ്ങും പൊളിച്ചളഞ്ഞു. നേരത്തെ നമ്മൾ ഇവിടെ കണ്ടത് ഒരു പാടമായിരുന്നു. ഇപ്പോൾ അത് സർവീസ് റോഡിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. സർവീസ് റോഡ് വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല. പക്ഷേ ഇവിടുത്തെ ഭയങ്കര റാപ്പിഡ് ചൂടാണ് ഈ ഭാഗത്ത് ഉണ്ടായത്. ഭയങ്കര എന്ന് പറഞ്ഞാൽ ഭയങ്കര ഹെവി ചൂടാണ് ഈ ഭാഗം ഉണ്ടായത്. എന്തായാലും ഇവിടെ കുറച്ച് മരങ്ങളും കൂടി ഒന്ന് സൈഡിൽ പിടിപ്പിക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം NH-66 ആയതുകൊണ്ട് മരങ്ങളുണ്ടാകാൻ ചാൻസ്. എന്തായാലും നമ്മുടെ റോഡിൻ്റെ ഡിവൈഡർ ഭാഗത്ത് എവിടെയെങ്കിലും ഒക്കെ കുറച്ച് മരങ്ങൾ വെക്കുന്നത് എൻ്റെ ഒരു അഭിപ്രായമാണ്. അത് ചെയ്യുന്നത് നല്ലതായിരിക്കും തോന്നുന്നു. കാരണം ചൂട് ഒരു രക്ഷയില്ല കേട്ടോ. ഇപ്പം നമ്മളിപ്പോൾ അത് എടപ്പള്ളിയിലെ ROBയിലോട്ട് പ്രവേശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമുക്കിനി ആ പുതിയ ROBിൻ്റെയും കുറച്ച് കാഴ്ചകൾ കാണാം. ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ്. കണ്ടാൽ നോക്കിയേ ഇവിടെ നടക്കുന്നത്. ലേറ്റസ്റ്റ് എന്ന് പറഞ്ഞാൽ ലേറ്റസ്റ്റ് ആണ്. ഇത് അറിയാൻ പഴക്കമൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് 1 ഡേ മാത്രമേ നമ്മൾ ഷൂട്ട് ചെയ്തിട്ട് ആയിട്ടുള്ളൂ. നമ്മൾ അപ്പം തന്നെ അപ്ലോഡ് ചെയ്തോണ്ടാ. ആ പുതിയ പാലത്തിൻ്റെ സൈഡിലെ വർക്കൊക്കെ ആയിട്ടുണ്ട്. ഇത് റാപ്പിഡ് വേഗത്തിലായിരുന്നു ഈ വർക്ക് കംപ്ലീറ്റ് ആയത്. അത് ഞാൻ എടുത്ത് ഞാൻ പറയാം. നമ്മുടെ കൊച്ചിയിൽ നമ്മുടെ ഭാഗത്ത് സ്പീഡിൽ കംപ്ലീറ്റ് ആയത് 2 ഒന്നും നമ്മുടെ എടപ്പള്ളിയിലെ പുതിയ ROBയും പിന്നെ നമ്മുടെ പാലടം പാലം പൊളിച്ചുകൊണ്ടതും അത് 5 മാസം 10 ദിവസം കൊണ്ട് കംപ്ലീറ്റ് ആയത്. അതേപോലെ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ ഈ പാലം. പിന്നെ നമ്മുടെ നോർത്ത് പാലവും 1 ഇയർ തന്നെ കംപ്ലീറ്റ് ആയിരുന്നു. അതുപോലെ തന്നെ നമ്മുടെ പച്ചാളം പാലം, അതൊക്കെ DMRCൻ്റെ ഒരു കഴിവായിരുന്നു. ഇപ്പോൾ എന്തായാലും DMRC ഇല്ലാത്തത് കൊണ്ട് വർക്കൊക്കെ ഭയങ്കര സ്ലോ ആണ്. പിന്നെ നമ്മുടെ ഈ എടപ്പള്ളിയിലെ ROB തന്നെയാണ് നല്ല റാപ്പിഡായിട്ട് കംപ്ലീറ്റ് ചെയ്തത്. നമ്മളിപ്പോൾ ട്രാവൽ ചെയ്യുന്ന ഈ പാലം കംപ്ലീറ്റ് ആയ ഓൾമോസ്റ്റ് ഒരു 20 കൊല്ലത്തിൽ മേലെടുത്തായിരുന്നു. 15-20 കൊല്ലത്തിൽ മേലെടുത്തായിരുന്നു. കാരണം ഇതിൻ്റെ അപ്രോച്ചിനോട് പണിയാൻ വേണ്ടി എത്ര കൊല്ലമെന്ന് പറയുക കാത്തിരിക്കണമെന്ന് പറയുന്നത്. പക്ഷേ പണി കഴിയുമ്പോഴത്തേക്ക് എന്താണ്, ആ റോഡിന് വീതിക്കുറവ് കാരണം ട്രാഫിക് ബ്ലോക്കിന് യാതൊരു പഞ്ചവും ഉണ്ടായില്ല. ഇപ്പം നമ്മളിപ്പോൾ ലുലു മോളിലെ ഭാഗത്തെത്തിയ ആ സൈഡിലും വർക്ക് ആരംഭിച്ചിട്ടുണ്ട്. കണ്ട അവിടെയും നമ്മുടെ ഓൾമോസ്റ്റ്ലി വർക്ക് കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും നൈറ്റാണ് ഇവർ കൂടുതലും വർക്ക് നടക്കുന്നത്. പക്ഷേ 24 hours വർക്ക് നടക്കുന്നുണ്ട്. പക്ഷേ കൂടുതലും വർക്ക് നടക്കുന്നത് നൈറ്റാണ് എനിക്ക് തോന്നിയിരുന്നത്. കാരണം ചൂട് ഒരു രക്ഷയില്ല കേട്ടോ. നമ്മളെ പൊള്ളിപ്പിക്കുന്ന ചൂടാണ്. നമുക്ക് ഒട്ടും പറ്റാനുള്ള ഈ ചൂടത്ത് വർക്ക് ചെയ്യാനായിട്ട്. അതേമാതിരിയുള്ള ചൂടാണ് ഇപ്പോൾ നമ്മുടെ കൊച്ചിയിലുള്ളത്. കണ്ട ജമണ്ടൻ ക്രെയിനൊക്കെയാണ് ഇവിടെ ഉള്ളത്. അടിപൊളി. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ കാണുന്നത് ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണേ. എന്തായാലും വീഡിയോ ലെങ്ത് ആയിപ്പോയതിന് സോറി. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മുടെ ഈ സെയിം സ്പോട്ട് തന്നെ പഴയതും പുതിയതും പഴയ അപ്ഡേറ്റും നമ്മുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റും കൂടി ഒന്നിച്ച് ചെയ്യണമെന്ന് ഒരാഗ്രഹം ഉണ്ടാകും. അതുകൊണ്ട് നമ്മൾ ചെയ്തതാണ്. എന്തായാലും ദയവായി നിങ്ങളൊന്ന് സ്കിപ്പ് ചെയ്യാതെ കാണണമെന്ന് റിക്വസ്റ്റ് ചെയ്യുവാണേ. ജസ്റ്റ് 44 മിനിറ്റാണ് നമ്മുടെ 44 മിനിറ്റും 18 സെക്കൻഡ്സുമാണ് ഈ വീഡിയോയുടെ ലെങ്ത് വന്നിരുന്നത്. അതിന് സോറി. കണ്ട നോക്കി ഇപ്പോൾ ലെഫ്റ്റ് സൈഡിലോട്ട് പോയി ആ കാണുന്ന ബിൽഡിംഗ് ഒന്നും ഉണ്ടാവും. ഒരുപാട് സർവീസ് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണേ. അടിപൊളിയല്ലേ, ഒരു രക്ഷയില്ലല്ല. പൊളി എന്ന് പറഞ്ഞാൽ പൊളി. പക്ഷേ പൊടിയാണ് മച്ചാന്മാരെ സഹിക്കാൻ പറ്റാത്തത്. എന്തായാലും അത് ഉടനെ തന്നെ ഓവർകം ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. അങ്ങനെ നമ്മളിത് ലുലു മോളിൻ്റെ അടുത്ത് തരണ്ടേ. അതുപോലെ ലെഫ്റ്റ് സൈഡിലതൊക്കെ നേരത്തെ കണ്ട ബിൽഡിങ് എന്തെങ്കിലും ഇപ്പോൾ ഉണ്ടാകും നോക്കിയേ. മരങ്ങളോ ബിൽഡിങ്ങോ ഒന്നുമില്ല. ശരിക്കും അങ്ങോട്ട് മാറിപ്പോയില്ലേ. അവിടെ ചില ഭാഗത്തൊക്കെ ടാറിങ് ആരംഭിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിന്ന് റൈറ്റ് എടുത്ത് നേരെ നമ്മുടെ പുതിയ സർവീസ് റോഡ് നമ്മൾ കയറണം കേട്ടോ. അപ്പം നമുക്ക് ആ കാഴ്ചയും കൂടി പക്കളാം. ആ കാഴ്ചകളും നോക്കാം. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് പണ്ടത്തെ NH-17 ഈ കാണുന്ന റോഡ്. പക്ഷെ ഇപ്പം അത് റോഡായിട്ട് നമുക്ക് തോന്നാത്ത രീതിയിലായി കംപ്ലീറ്റ്. നമുക്ക് ഇതിൻ്റെ പഴയ കാണണമെന്നുണ്ടെങ്കിൽ നമ്മുടെ പഴയ വീഡിയോയിൽ കണ്ടാൽ മതി. അപ്പം നമുക്ക് ഇവിടുത്തെ പഴയ കാഴ്ചകൾ பார்க்கலாம். പിന്നെ ഈ വീഡിയോ തന്നെ നമുക്ക് കുറച്ചത് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മളിപ്പോൾ കയറാൻ പോകുന്നത് NH-66 പുതിയ സർവീസ് റോഡിലേക്കാണ്. ഇത് നേരത്തെ നമ്മുടെ NH-17 റോഡായിരുന്നു. ഇപ്പോൾ ഇത് NH-66 സർവീസ് റോഡായിട്ട് കൺവേർട്ട് ആയിട്ടുണ്ട്. കണ്ടോ നോക്കി. ഇപ്പോൾ ഇവിടെ ടാറിങ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇനിയേക്കൊന്ന് ഒരു ലെയറും കൂടി ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു. കണ്ടോ നോക്കിയേ. പക്ഷേ ഫുട്പാത്ത് എങ്ങും കാണാൻ പറ്റിയില്ലായിരുന്നു. അത് എനിക്കൊരു നെഗറ്റീവായിട്ട് തോന്നിയായിരുന്നു. എന്തായാലും ഭാവിയിൽ വരുമെന്ന് പ്രതീക്ഷിക്കും. കാരണം ആൾക്കാർ നടക്കാനുള്ള ഫുട്പാത്തും കൂടി വേണമല്ലോ. ഇവിടെ ആ വർക്ക് റോഡ് ജോയിൻ്റ് ആയിട്ടില്ല. അപ്പോൾ നമ്മൾ ഈ ട്രാവൽ ചെയ്യണ പണ്ടത്തെ NH-17 ആ ലെഫ്റ്റ് സൈഡിലെ ബിൽഡിങ് എന്തെങ്കിലും ഉണ്ടാവും നോക്കിയേ. ആ മരങ്ങളോ ബിൽഡിങ്ങോ ഒന്നുമില്ല. അത് കംപ്ലീറ്റ്ലി ക്ലോസ്ഡ് ആയി. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള ടൈം ആകാറായി. താങ്ക്സ് ഫോർ വാച്ചിങ്. പ്ലീസ് ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ് അവർ യൂട്യൂബ് ചാനൽ. നിങ്ങളുടെ ഫ്രണ്ട്സിനും കൂടെ ഒന്ന് ഫോളോ ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇപ്പോൾ എന്തായാലും അപ്പോൾ നമുക്ക് സ്റ്റേ ട്യൂൺ. ബൈ ബൈ, സി യു.